നമസ്കാരം. നമ്മുടെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗിന്റെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന മദർബോർഡ് ഓർഗനൈസേഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ബ്രീഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. വളരെ കോംപ്ലക്സിറ്റിയുള്ള വളരെ വലിയൊരു ടോപ്പിക്കാണ്. അതിന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പരമാവധി ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാം പ്രധാനപ്പെട്ടതാണ് എങ്കിൽ പോലും പരമാവധി ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഇന്റേണൽ ഓർഗനൈസേഷന്റെ പാർട്ടാണ് തന്നെയാണ് മദർബോർഡിനെ പറ്റിയുള്ള സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മറ്റ് തലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ടോപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സ്വിച്ച് ഓവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പാർട്ടുകളെ പറ്റിയുള്ള ഒരു ധാരണയോടുകൂടിയാണ് ഇത് തുടങ്ങേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വഴിക്ക് തന്നെ അങ്ങ് പോവുകയാണ്. ഇന്റേണൽ പാർട്ടിനെ, ഒരു സിപിയുവിന്റെ പാർട്ടായിട്ട് വരുന്ന കമ്പോണന്റുകളെ, കമ്പ്യൂട്ടർ പാർട്ടുകളെ ഞാനൊരു 3 ഗ്രൂപ്പായിട്ട് അങ്ങ് കാറ്റഗറൈസ് ചെയ്യുകയാണ്. കൺട്രോൾ ലോജിക് സർക്യൂട്ട്, പെരിഫറൽസ് ആൻഡ് പവർ സപ്ലൈ. Control logic circuit. The entire circuit parts inside the PC are generally termed as control logic circuit. അതായത് ഒരു സിസ്റ്റത്തിന്റെ സിപിയുവിനുള്ളിൽ വരുന്ന സർക്യൂട്ട് പാർട്ടുകളെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് കമ്പോണന്റ് ആയിട്ട് മാറ്റുകയാണ്. അതിനെയാണ് വിളിക്കുന്നത് കൺട്രോൾ ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം തുറക്കുമ്പോൾ അതിന്റെ സിപിയു ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായ സർക്യൂട്ട് ബോർഡ് കുറേയേറെ എണ്ണം ഉണ്ടാവും, വലുതും ചെറുതുമൊക്കെ. അപ്പോൾ അതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണ് കൺട്രോൾ ലോജിക് സർക്യൂട്ട്. ഈ സർക്യൂട്ട് പാർട്ടുകൾ അഗൈൻ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന് മെയിൻ സിസ്റ്റം ബോർഡ് അല്ലെങ്കിൽ മദർ ബോർഡ്, രണ്ടാമത്തത് IO കൺട്രോളേഴ്സ് ഓർ ആഡ് ഓൺ കാർഡ്സ്. അപ്പോൾ കൺട്രോൾ ലോജിക് സർക്യൂട്ട് എന്ന സർക്യൂട്ട് പാർട്ടിന് 2 ഗ്രൂപ്പ്, മദർ ബോർഡ് അല്ലെങ്കിൽ മെയിൻ സിസ്റ്റം ബോർഡും മറ്റൊന്ന് IO കൺട്രോളേഴ്സ്. രണ്ടാമത്തത് പെരിഫറൽസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എനി ഡിവൈസ് എക്സ്റ്റേണൽ ടു ദ CPU ഈസ് കോൾഡ് പെരിഫറൽ എന്നൊക്കെ പറയും. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിന്റെ കേസിൽ പറയുമ്പോൾ ഓൾ ദ IO ഡിവൈസസ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്, ഓൾ IO ഡിവൈസസ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്, ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റോറേജ് ഡിവൈസുകളെയും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനെയും കമ്പൈൻ ചെയ്ത് വിളിക്കുന്നു പെരിഫറൽസ്. ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഓപ്പറേഷൻ. ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, സ്റ്റോറേജ് ഡിവൈസസ് എന്നൊരു കാറ്റഗറൈസേഷൻ അതിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓരോ ഡിവൈസുകളുടെയും യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത, ഉപയോഗത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതിനൊരു സബ് കാറ്റഗറി കൊടുക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഡിവൈസ് എന്നും ഓപ്ഷണൽ ഡിവൈസ് എന്നും. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസും സ്റ്റോറേജ് ഡിവൈസും 2 കാറ്റഗറിയിൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ്, ഓപ്ഷണൽ ഇൻപുട്ട് ഡിവൈസ്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ്, ഓപ്ഷണൽ ഔട്ട്പുട്ട് ഡിവൈസ്, അതുപോലെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് ഡിവൈസ്, ഓപ്ഷണൽ സ്റ്റോറേജ് ഡിവൈസ്. സിംപിളി എന്താണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സിസ്റ്റത്തിന്റെ ബേസിക് ഓപ്പറേഷനിൽ എസെൻഷ്യൽ ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത പെരിഫറലുകൾ ഉണ്ടെങ്കിൽ ആ പെരിഫറലുകളെ നമ്മൾ പറയും സ്റ്റാൻഡേർഡ് പെരിഫറൽ ഡിവൈസ്. പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കപ്പെടുത്തുന്ന ഡിവൈസുകളെയാണ് നമ്മൾ ഓപ്ഷണൽ ഡിവൈസുകൾ എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു കീബോർഡ് keyboard is a standard input device, but a digital camera, it's an optional input device. In case of output devices, monitor is a standard output device, but the printer is an optional device. അതുപോലെ തന്നെ സ്റ്റോറേജ് ഡിവൈസുകളുടെ കേസിൽ പറയാം, ഹാർഡ് ഡിസ്ക് എന്നൊക്കെ പറയുന്ന ഡിവൈസ് എസെൻഷ്യൽ ആണ്. പക്ഷെ ഒരു പെൻ ഡ്രൈവ്, USB ഡ്രൈവ്, ഇറ്റ്സ് ആൻ ഓപ്ഷണൽ കമ്പോണന്റ്. ദെൻ മൂന്നാമത്തേത് പവർ സപ്ലൈ ആണ്. കമ്പ്യൂട്ടേഴ്സിൽ പവർ സപ്ലൈ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. SMP എന്ന് പറയുന്ന സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഈ പവർ സപ്ലൈയുടെ ഒരു ഡ്യൂട്ടി എന്താണ് കമ്പ്യൂട്ടറിന്റെ കേസിൽ? ഇറ്റ്സ് എ കോമൺ പവർ ഡെലിവറിംഗ് യൂണിറ്റ് ഫോർ ദ എൻറ്റയർ ലോജിക് സർക്യൂട്ട്സ് ആൻഡ് ഫോർ സം IO ഡിവൈസസ്. ഒരു സിപിയുവിനുള്ളിലിരിക്കുന്ന കംപ്ലീറ്റ് സർക്യൂട്ട് പാർട്ടുകൾക്കും അതിനുള്ളിൽ തന്നെ പ്രൊവൈഡ് ചെയ്യപ്പെട്ടേക്കുന്ന അല്ലെങ്കിൽ പ്ലേസ് ചെയ്യപ്പെട്ടേക്കുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റോറേജ് ഡിവൈസുകൾക്കും ഒക്കെയുള്ള പല ലെവലിലുള്ള ഡിഫറന്റ് ലെവൽസിലുള്ള പവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പവർ സർക്യൂട്ട് ബോക്സ് ആണ് ശരിക്കും ഈ പറയുന്ന കമ്പ്യൂട്ടറിന്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത്. അതൊരു സീൽഡ് യൂണിറ്റ് ആണ്. EMI
ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫിയറൻസ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം SMPS ആണ്, ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് വരും. സ്വാഭാവികമായിട്ടും അതുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അത്തരത്തിലുള്ള സിഗ്നലുകൾ നമ്മുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സീൽഡ് മെറ്റൽ ബോക്സിലാണ് ഈ പവർ സപ്ലൈ സർക്യൂട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന് AC ഇൻപുട്ടിനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. മറുവശത്തുകൂടെ അത് സർക്യൂട്ടറി പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ വോൾട്ടേജുകളും പലതരത്തിലുള്ള കണക്ടേഴ്സ് വഴി കമ്പ്യൂട്ടറിന്റെ ബോർഡുകൾക്കും പെരിഫറൽസിനും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. നോർമലി +or-12 വോൾട്ട്, +or-5 വോൾട്ട്, 3.3 വോൾട്ട് ഒക്കെയാണ് ഒരു കമ്പ്യൂട്ടർ SMPS അല്ലെങ്കിൽ പവർ സപ്ലൈ തരുന്ന പ്രധാനപ്പെട്ട ഔട്ട്പുട്ടുകൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന SMPS അല്ലെങ്കിൽ പവർ സപ്ലൈ എന്ന കമ്പ്യൂട്ടറിന്റെ യൂണിറ്റ് അതിന്റെ ജനറേഷൻ വൈസും അതിന്റെ ആക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും അതിന്റെ ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും ആർക്കിടെക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും ഒരു സബ് ഡിവിഷൻ കൂടെ കൊടുക്കുന്നുണ്ട്. AT പവർ സപ്ലൈ എന്നും ATX പവർ സപ്ലൈ എന്നും. കുറച്ചു നാൾ മുമ്പ് പഴയ ഒരു ടെക്നോളജി പഴയ കമ്പ്യൂട്ടറുകളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ജനറേഷൻ പവർ സപ്ലൈ ആണ് AT പവർ സപ്ലൈ. പഴയ കമ്പ്യൂട്ടേഴ്സിന്റെയൊക്കെ പവർ സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ച് ആയിരുന്നു. സാധാരണ ഇപ്പോഴത്തെ കമ്പ്യൂട്ടേഴ്സിൽ കാണുന്ന പോലുള്ള ഫെദർ ടച്ച് സ്വിച്ച് ഒന്നുമല്ല, പുഷ് ടു ഓൺ സ്വിച്ച് ഒന്നുമല്ല, ജസ്റ്റ് ഓൺ ഓഫ് റോക്കർ സ്വിച്ച് പോലെയുള്ള ഒരു സ്വിച്ചാണ്. അപ്പോൾ അത് ഓൺ ചെയ്ത് പ്രസ് ചെയ്ത് വെച്ചാൽ അത് ഉള്ളിലേക്ക് കയറിയിരിക്കും. അഗൈൻ ഒന്നുകൂടെ പ്രസ് ചെയ്ത് തിരിച്ചിറങ്ങിപ്പോരുന്ന ടൈപ്പ് എന്നാണെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള പഴയ പവർ സപ്ലൈ ആ കമ്പ്യൂട്ടേഴ്സ് നിന്നും പുതിയ കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പവർ സപ്ലൈ ഓൺ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്, വളരെ സോഫ്റ്റ് സ്വിച്ചിങ് മതി. എന്താ അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ AT പവർ സപ്ലൈയും ATX പവർ സപ്ലൈയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന്, ATX സോഫ്റ്റ്വെയർ കൺട്രോൾഡ് ആണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഷട്ട് ഡൌൺ മെനു എടുത്ത് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം ടേൺ ഓഫ് ആയി പോകുന്നുണ്ട്. ആക്ച്വലി സ്റ്റാൻഡ് ബൈ മോഡിലേക്ക് പോകും, സ്റ്റാൻഡ് ബൈ ആവുന്നുണ്ട് പവർ സപ്ലൈ. നമ്മുടെ റിമോട്ട് കൺട്രോളിലേക്ക് സ്റ്റാൻഡ് ബൈ സ്വിച്ച് പ്രസ് ചെയ്യുന്ന പോലെ SMPS ടേൺ ഓഫ് ആവും. അത് സോഫ്റ്റ്വെയർ ഡ്രിവൺ ആണ് അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയാം. എന്നാൽ പഴയ AT പവർ സപ്ലൈ ആയിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ വിൻഡോസ് 95, 98 കാലഘട്ടത്തിലൊക്കെയാണ് ഷട്ട് ഡൌൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഇറ്റ്സ് നൗ സേഫ് ടു ടേൺ ഓഫ് യുവർ കമ്പ്യൂട്ടർ എന്നൊരു മെസ്സേജ് സ്ക്രീനിൽ വരുമ്പോൾ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇത് ഞാനതിന്റെ ഒരു ജനറൽ ഒരു വ്യത്യാസം പറഞ്ഞതാണ്. ATയും ATXും അങ്ങനെ രണ്ട് പവർ സപ്ലൈ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ടോട്ടൽ കാര്യങ്ങൾ IBMPCയുടെ പാർട്ടുകളെ അപ്പോൾ മൂന്നായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു. കൺട്രോൾ ലോജിക് സർക്യൂട്ട്, പെരിഫറൽസ് ആൻഡ് പവർ സപ്ലൈ. അതിൽ ഈ ലോജിക് സർക്യൂട്ട് അഗൈൻ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് മദർ ബോർഡ് എന്നും ആഡ് ഓൺ കാർഡ് എന്നും. അതുപോലെ തന്നെ പെരിഫറൽസ് അഗൈൻ സ്റ്റോറേജ്, ഇൻപുട്ട്, ഔട്ട്പുട്ട് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നു. ദെൻ പവർ സപ്ലൈ നമ്മൾ പറഞ്ഞു SMPS. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ടുള്ള പഠനങ്ങൾ നടത്താൻ. അപ്പോഴേ നമ്മൾ പാർട്ടുകളും ഇതിന്റെ ഓരോന്നിന്റെയും ആർക്കിടെക്ചറും ഓരോന്നിന്റെ ഫീച്ചറും നമുക്ക് കുറച്ചും കൂടെ വ്യക്തതയോടുകൂടി ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ദെൻ ആദ്യത്തെ കമ്പോണന്റായ മദർ ബോർഡിലേക്ക് പോകുന്നു. എന്താണ് മദർ ബോർഡ്? ഒരു സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സർക്യൂട്ട് ബോർഡിനെയാണ് നമ്മൾ മദർ ബോർഡ് എന്ന് വിളിക്കുക. It is the main and central printed circuit board inside a computer system which holds all the major components of the system. Major components means major controllers എന്ന് വേണമെങ്കിൽ പറയാം. And also providing connectors for other peripherals. പെരിഫറൽസിനുള്ള കണക്ടേഴ്സ് എന്തിനാണ്? പെരിഫറൽസിന് ഈ പറയുന്ന മെയിൻ സർക്യൂട്ടുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള പാത്ത് പ്രൊവൈഡ് ചെയ്യുന്ന കേബിളുകളോ മറ്റോ ഒക്കെ പ്ലഗ് ചെയ്യാനുള്ള കണക്ടേഴ്സ്. And the motherboard is the working platform for the computer's brain microprocessor. അപ്പോൾ മൈക്രോ പ്രോസസർ ആണ് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ബ്രെയിൻ അല്ലെങ്കിൽ മാസ്റ്റർ കൺട്രോളർ, നമുക്കറിയാം സെൻട്രൽ കൺട്രോളർ. ഈ മൈക്രോ പ്രോസസറിന്റെ വർക്കിംഗ് പ്ലാറ്റ്ഫോം ആണ് ആക്ച്വലി മദർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൈക്രോ പ്രോസസറിന് വേണ്ടുന്ന മിനിമം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മൈക്രോ പ്രോസസറിന് വർക്ക് ചെയ്യണമെങ്കിൽ വേണ്ടി വരുന്ന ഫീച്ചേഴ്സിനെ പറ്റി നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ കൺട്രോളറായിട്ടൊരു മദർ ബോർഡ് വർക്ക് ചെയ്യുമ്പോൾ ആ മദർ ബോർഡിൽ ഒരു മൈക്രോ പ്രോസസർ വർക്ക് ചെയ്യുമ്പോൾ ആ മൈക്രോ പ്രോസസറിന് വേണ്ടുന്ന ചില എസെൻഷ്യൽ ഫെസിലിറ്റികളുണ്ട്. അതെല്ലാം ഒരു മദർ ബോർഡ് സർക്യൂട്ടിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മൈക്രോ പ്രോസസറിന്റെ വർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായ ആ കൺട്രോളേഴ്സ് എല്ലാം തന്നെ ഇതിലുണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ റാം, റോം, ദെൻ സ്ലോ പെരിഫറൽ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന DMA കൺട്രോളർ, എക്സ്റ്റേണൽ ഡിവൈസുകളുമായിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫറിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ് കൺട്രോളേഴ്സ്, ദെൻ മൾട്ടിപ്പിൾ ഡിവൈസസിന് CPUവിന്റെ അറ്റൻഷൻ ഗെയിൻ ചെയ്യുന്നതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഇന്ററപ്റ്റ് കൺട്രോളർ, മൈക്രോ പ്രോസസറിനും മദർ ബോർഡിലുള്ള മറ്റ് സർക്യൂട്ടുകൾക്കും കൺട്രോളേഴ്സിനുമൊക്കെയുള്ള ക്ലോക്ക് പൾസസ്, ക്ലോക്ക് സിഗ്നലുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്ലോക്ക് ജനറേറ്റർ, പ്രോഗ്രാമബിൾ ടൈമേഴ്സ്, സോഫ്റ്റ്വെയർ ഡിലേകളും
മറ്റേ ടൈമിംഗ് സിഗ്നൽസും ഒക്കെ ജനറേറ്റ് ചെയ്യുന്നിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ചിപ്പുകൾ ഒരു മൈക്രോ പ്രോസസർ എവിടെ ഉണ്ടെങ്കിലും അതിന്റെ കൂടെ ഉണ്ടാവണം. മെമ്മറി മാനേജ്മെന്റിന് സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി ഡീകോഡർ, ഇങ്ങനെയുള്ള കുറേയേറെ കൺട്രോളേഴ്സ്. അപ്പോൾ ഈ കൺട്രോളേഴ്സിന്റെ ഒരു കളക്ഷൻ ഒരു പ്രോസസർ സർക്യൂട്ടിൽ എസെൻഷ്യലാണ്. അപ്പോൾ ഈ കൺട്രോളേഴ്സിനെ കമ്പൈൻ ചെയ്ത് സപ്പോർട്ടിംഗ് ചിപ്പുകൾ എന്ന് വിളിക്കും. സപ്പോർട്ടിംഗ് ചിപ്സ് ഓർ സപ്പോർട്ട് ചിപ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഈ സപ്പോർട്ട് ചിപ്പ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ചിപ്പുകൾ ഒരു മദർ ബോർഡിന്റെ കമ്പൽസറി പാർട്ടാണ്. ക്ഷമിക്കണം, മൈക്രോ പ്രോസസറും സപ്പോർട്ടിംഗ് ചിപ്പുകളും അപ്പോൾ ഒരു മദർ ബോർഡിൽ എസെൻഷ്യലായിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റികൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന മദർ ബോർഡിന് അഡീഷണൽ സർക്യൂട്ടിന്റെ റിക്വയർമെന്റ് ഉണ്ട്. ഈ പറയുന്ന സപ്പോർട്ടിംഗ് ചിപ്പും പ്രോസറും വരുമ്പോൾ പ്രോസറിന്റെ എൻവയോൺമെന്റേ ആവുന്നുള്ളൂ. അതൊരു ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയ രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും അഡീഷണൽ സർക്യൂട്ടുകളും കമ്പോണന്റുകളും കൺട്രോളേഴ്സും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള എക്സ്ട്രാ സർക്യൂട്ടും ഈ സർക്യൂട്ടുകൾ മദർ ബോർഡ് സർക്യൂട്ടുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ചില സ്പെഷ്യൽ ലോജിക് ഇവിടെ നമ്മൾ ഇതിന് ശേഷം ഡിസ്കസ് ചെയ്യും. അതിനുവേണ്ടിയുള്ള ചില പ്രത്യേകതരം സോക്കറ്റുകൾ, അതിനെ എക്സ്പാൻഷൻ സ്ലോട്ടുകൾ അല്ലെങ്കിൽ ആഡ് ഓൺ കാർഡ് ബസ്സുകൾ എന്നൊക്കെ വിളിക്കും. അത്തരത്തിലുള്ള ചില സർക്യൂട്ടുകളുമൊക്കെ അല്ലെങ്കിൽ അതിനുള്ള പ്രൊവിഷനുമൊക്കെ ഒരു മദർ ബോർഡിൽ ഉണ്ടാവും. ഇത് ഒരു പഴയ ഇന്റൽ 8088 എന്ന ഫസ്റ്റ് ജനറേഷൻ മദർ ബോർഡിന്റെ ഒരു ലേ ഔട്ടാണ്. ഈ ലേ ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മദർ ബോർഡിൽ എന്തൊക്കെ കമ്പോണന്റുകൾ ഉണ്ടാവാം എന്നുള്ളതിന്റെ ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ 8088 പ്രോസസ്സറാണ്. അതിന്റെ ഇടയ്ക്ക് അതിന്റെ താഴെ കാണുന്നത് ഇന്റൽ 8087, അതൊരു FPU എന്ന് എഴുതിയിട്ടുണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്, അതായത് കോ പ്രോസസ്സറാണ്. പഴയ കാലത്ത് അത്ര ഹെവി ഡ്യൂട്ടി ഗ്രാഫിക്സ് വെയർ ഓപ്പറേഷൻ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല നമ്മുടെ ഡോസ് പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ, കമാൻഡ് മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ. എങ്കിലും അന്നത്തെ ചില പ്രത്യേക ആപ്ലിക്കേഷനുകൾക്ക് ഈ പ്രോസസ്സറിന്റെ ഉള്ളിലുള്ള അരിത്തമെറ്റിക്കൽ യൂണിറ്റിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ചില ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് വരുമ്പോൾ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാവുന്ന ഒരു കൺട്രോളർ എക്സ്റ്റേണലി ഒരു ഓപ്ഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ആ കൺട്രോളർ എക്സ്റ്റേണൽ കൺട്രോളറിനെയാണ് കോ പ്രോസസർ അല്ലെങ്കിൽ FPU എന്ന് പറയുക. പുതിയ ജനറേഷനിൽ അതിന്റെ ആവശ്യമില്ല, അതെല്ലാം പ്രോസസറിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അതുപോലെ തന്നെ DMA കൺട്രോളർ, സ്ലോ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളെ മാനേജ് ചെയ്യുന്നതിന്, ഇന്ററപ്റ്റ് കൺട്രോളർ, മൾട്ടിപ്പിൾ ഡിവൈസുകൾക്ക് പ്രോസസറിന്റെ അറ്റൻഷൻ ഗെയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ദെൻ PPI, പ്രോഗ്രാമബിൾ പെരിഫറൽ ഇന്റർഫേസ്, പാരലൽ പോർട്ട്, എക്സ്റ്റേണൽ റീഡ് റൈറ്റ് ആക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു. ദെൻ ക്ലോക്ക് ജനറേറ്റർ, നേരത്തെ പറഞ്ഞതുപോലെ ക്ലോക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട്. ഇതിന് ഇന്ററപ്റ്റ് കൺട്രോളർ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ചിപ്പുകൾ മദർ ബോർഡിൽ എസെൻഷ്യൽ ആയിട്ടുണ്ടാവും. അതുപോലെ RAM എന്ന മെമ്മറി ബാങ്ക്, ദെൻ ആഡ് ഓൺ കാർഡ് സ്ലോട്ടുകൾ. ആഡ് ഓൺ കാർഡ് സ്ലോട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ എക്സ്പാൻഷൻ സ്ലോട്ടാണ്. അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്. ഈ മദർ ബോർഡിൽ ഇല്ലാത്ത ഒരു സർക്യൂട്ടിനെ മദർ ബോർഡിന്റെ ഭാഗമാക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേകതരം സോക്കറ്റുകൾ ആണ് നമ്മൾ ഈ സ്ലോട്ട് എന്ന് വിളിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ROM ചിപ്പും ഉണ്ടാവും. RAM ഉണ്ട്, ROM ഉണ്ട്, സപ്പോർട്ടിംഗ് ചിപ്പുകളുണ്ട്. കൂടാതെ പവർ, SMPSന്റെ പവർ അക്സെപ്റ്റ് ചെയ്യാനുള്ള പവർ സപ്ലൈ കണക്ടേഴ്സ് ഉണ്ട്. മദർ ബോർഡിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ പ്രത്യേകതരം കണക്ടേഴ്സ് SMPSൽ ഉണ്ടാവും. ATയിലും ATXലും അതിന്റെ ഓറിയന്റേഷനിലും അതിന്റെ നമ്പർ ഓഫ് സിഗ്നൽസിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരം പവർ സപ്ലൈ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു മദർ ബോർഡ് എന്ന് പറയുന്നത്. ഈ മദർ ബോർഡ് ഒരു പഴയ ജനറേഷൻ മദർ ബോർഡ് ആണെങ്കിൽ കുറച്ചുകൂടെ ജനറേഷൻ മാറി ഒരു ഇന്റൽ Pentium 2, Pentium 3 സീരീസിലേക്കൊക്കെ എത്തിയപ്പോൾ ആ ബോർഡിന് ലേഔട്ടിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. കാരണം പ്രോസസറിന്റെ ചേഞ്ച് ഓരോ കമ്പോണന്റിന്റെ അവിടെയുള്ള ഓരോ കൺട്രോളറിന്റെ ഓപ്ഷനിലും അല്ലെങ്കിൽ ഓപ്പറേഷനിലും ചേഞ്ചസ് വരുത്തുന്നുണ്ട്. മെമ്മറിയുടെ ടൈപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവാം. ആഡ് ഓൺ കാർഡ് അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്റ്റേണൽ ഡിവൈസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബസ്സുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവാം. അതിന്റെ ഡാറ്റാ ബസ്സിലും അഡ്രസ് ബസ്സിലും കൺട്രോൾ സിഗ്നൽസിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവാം. ദെൻ കമ്പോണന്റിന്റെ ഡിസൈനിലും അതിന്റെ ഫാബ്രിക്കേഷൻ ടെക്നോളജിയിലും ഇന്റഗ്രേഷൻ ടെക്നോളജിയിലും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാകും. അതനുസരിച്ച് ബോർഡിന്റെ ഫീച്ചർ അല്ലെങ്കിൽ ലേഔട്ടിൽ വ്യത്യാസം വന്നു. കമ്പോണന്റുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഫീച്ചേർഡാണ്. അപ്പോൾ ഇതൊരു മോഡേൺ മദർ ബോർഡിന്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മദർ ബോർഡിന്റെ ലേഔട്ടാണ്. ഒരു മദർ ബോർഡിന്റെ സർക്യൂട്ട് വൈസ് അനാലിസിസ് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മേജർ കൺട്രോളേഴ്സിന്റെ റോള് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിന്റെ ഓപ്പറേഷനിൽ ഈ കൺട്രോളേഴ്സ് എങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ തരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തത് ആഡ് ഓൺ കാർഡാണ്. അതിന് നമ്മൾ എക്സ്പാൻഷൻ കാർഡ് എന്നും വിളിക്കാറുണ്ട്. ആഡ് ഓൺ കാർഡ്, എക്സ്പാൻഷൻ കാർഡ്, IO കാർഡ്, അങ്ങനെ പല പേരിൽ ഇത് പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു അഡീഷണൽ സർക്യൂട്ട് ബോർഡാണ്. ദ ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ ടു ആൻ എക്സ്പാൻഷൻ സ്ലോട്ട് or socket of a motherboard to add additional functionality to a computer system.
ഒരു സിസ്റ്റത്തിന് ഇല്ലാത്ത ഒരു ഫീച്ചർ ആ സിസ്റ്റത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ സപ്പോർട്ട് ചെയ്യുന്ന ആ മദർബോർഡിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പാൻഷൻ കാർഡാണ് ആഡ് ഓൺ കാർഡ്. ഇതൊരു അഡീഷണൽ സർക്യൂട്ട് ബോർഡാണ്. ആ ബോർഡിന്റെ എൻഡിൽ നോക്കിയാൽ കാണാം ആ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിലെ PCBയിൽ തന്നെ ഒരു പ്രത്യേകതരം കണക്ടർ ഉണ്ട്. ഇതിനെ വിളിക്കുന്ന എഡ്ജ് കണക്ടർ എന്നാണ്. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ മദർബോർഡിന്റെ ബേസിക് ഡിസൈനിൽ ഏത് ഫീച്ചറാണോ ഇല്ലാതിരുന്നത് ആ ഫീച്ചർ മറ്റൊരു ബോർഡിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത ശേഷം ആ ബോർഡിനെ എടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലോട്ടിൽ കൊണ്ട് പ്ലഗ് ചെയ്താൽ ആ ബോർഡിന്റെ ഫീച്ചർ മദർബോർഡിന്റെ പാർട്ടായിട്ട് മാറും, അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഫീച്ചറായിട്ട് മാറും. യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ ഒരു ആദ്യകാലത്തെ ഉപയോഗം എന്ന് പറയുന്നത് മദർബോർഡിലേക്ക് എല്ലാ ഫീച്ചറുകളും ആഡ് ഓൺ കാർഡിലൂടെയായിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. മദർബോർഡ് ഒരു ബേസിക് പ്രോസസറിന്റെ വർക്കിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് നിലനിർത്തിയ ശേഷം അഡീഷണൽ ഫെസിലിറ്റികളെല്ലാം തന്നെ ആഡ് ഓൺ കാർഡുകളിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് കമ്പൈൻ ചെയ്യുന്ന ഒരു ലോജിക്കായിരുന്നു ആദ്യം നമ്മൾ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ ആഡ് ഓൺ കാർഡിന്റെ റോൾ അതാണ്, ഒരു എക്സ്പാൻഷൻ, ഒരു മോഡിഫിക്കേഷൻ, ഇല്ലാത്തൊരു ഫീച്ചർ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തരുന്നു എന്ന് പറയാം. ഇത് ഈ പറയുന്ന ആഡ് ഓൺ കാർഡുകളുടെ ഉപയോഗത്തിന്റെ ഒരു ലോജിക്കാണ്. എക്സ്പാൻഷൻ സ്ലോട്ടുകൾ ഈ പറയുന്ന കാർഡുകൾ ഈ പറയുന്ന എക്സ്പാൻഷൻ സ്ലോട്ടുകളിലേക്ക് പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ ഈ സർക്യൂട്ടിന്റെ ഭാഗമാകും. അതിലേക്ക് ഒരു കണക്ടിവിറ്റിക്ക് വേണ്ടി ചിലപ്പോൾ മദർബോർഡിലുള്ള കംപ്ലീറ്റ് സിഗ്നൽസിന്റെ റിക്വയർമെന്റ് ഉണ്ടാവും. കൺട്രോൾ ബസ്സും ഡാറ്റാ ബസ്സും അഡ്രസ് ബസ്സും അതെല്ലാം ഈ സോക്കറ്റ് അല്ലെങ്കിൽ സ്ലോട്ടുകളിൽ അവയിലാണ്. ഈ പറയുന്ന എഡ്ജ് കണക്ടേഴ്സിലൂടെ ഈ ബോർഡുകൾക്ക് അതിലെ ആവശ്യമുള്ള സിഗ്നലുകളിലേക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ധാരാളം സ്ലോട്ടുകൾ ഉണ്ടാവും. സ്ലോട്ടുകളുടെ ടെക്നോളജിയിൽ വ്യത്യാസം ഉണ്ടാവും. ഓരോ സ്ലോട്ടുകൾക്കും സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പാൻഷൻ ബോർഡുകളിലും വ്യത്യാസം ഉണ്ടാവും. അതിന്റെ ഫംഗ്ഷനുകളിൽ വ്യത്യാസം ഉണ്ടാവും. അന്നൊക്കെ ഒരു ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പാൻഷൻ കാർഡ് വേണമായിരുന്നു. ഒരു ഫ്ലോപ്പി ഡ്രൈവ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ FDC കാർഡ് എന്ന് പറയുന്ന ഫ്ലോപ്പി ഡിസ്ക് കൺട്രോളർ കാർഡ് വേണമായിരുന്നു. ദെൻ മോണിറ്ററുകൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാർഡ് എന്ന് പറയുന്ന ഒരു കൺട്രോളർ കാർഡ് വേണമായിരുന്നു. ഇന്നത്തെ കമ്പ്യൂട്ടേഴ്സിൽ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചിലതൊക്കെ അതിൽ തന്നെയുണ്ട്, ചിലതൊക്കെ കാർഡുകളിലൂടെ ആക്കാം എന്ന് പറയും. നമ്മൾ അതിനെപ്പറ്റി പിന്നീട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആഡ് ഓൺ കാർഡുകൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന മദർബോർഡും ആഡ് ഓൺ കാർഡും SMPSും IO ഡിവൈസും ഒക്കെ ചേർന്ന് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഇന്റേണൽ കണക്ടിവിറ്റി, അതിന്റെ ലേഔട്ടാണ് ഈ ബസ് ഓറിയന്റഡ് ഡിസൈൻ എന്ന ലോജിക്കിലൂടെ ഇവിടെ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബസ് ഓറിയന്റഡ് ഡിസൈനിൽ ഇതൊരു മദർബോർഡാണ്. പ്രോസസറും റാമും റോമും ഒക്കെ ഇതിലുണ്ട്. SMPS ഉണ്ട്. SMPS മദർബോർഡിനും വേണ്ട പവർ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഡിവൈസുകൾക്കുമുള്ള പവർ അവിടെ നിന്ന് കിട്ടും. ഇതൊരു IO ഡിവൈസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻപുട്ട് ഡിവൈസോ ഔട്ട്പുട്ട് ഡിവൈസോ സ്റ്റോറേജ് ഡിവൈസോ എന്തോ ആയിക്കോട്ടെ, ആ ഡിവൈസ് മദർബോർഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതിന്റെ ഒരു പാർട്ടായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ ഡിവൈസും മദർബോർഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മീഡിയേറ്റർ കൺട്രോളർ സർക്യൂട്ട് ആ ഡിവൈസ് സ്പെസിഫിക് ആയിട്ട് ഇൻ ബിറ്റ്വീൻ വർക്ക് ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ വർക്ക് ചെയ്യുന്ന ആ കൺട്രോളറാണ് ആക്ച്വലി ആഡ് ഓൺ കാർഡ്. സപ്പോസ് ഈ IO ഡിവൈസ് എന്ന് പറയുന്ന ഒരു മോണിറ്റർ ആണെങ്കിൽ ഈ ആഡ് ഓൺ കാർഡ് ഒരു ഡിസ്പ്ലേ കാർഡ് ആയിരുന്നു. ഡിസ്പ്ലേ കാർഡ് അഡാപ്റ്റർ അല്ലെങ്കിൽ ഡിസ്പ്ലേ കാർഡ് എന്ന് പറയും. ഈ കാർഡ് മദർബോർഡിൽ കാണുന്ന സ്ലോട്ടിൽ പ്ലഗ് ചെയ്യുമ്പോൾ, കാർഡിന്റെ എഡ്ജ് കണക്ടർ വഴി പ്ലഗ് ചെയ്യുമ്പോൾ മദർബോർഡ് സർക്യൂട്ടും കാർഡുമായിട്ടുള്ള കണക്ടിവിറ്റിയായി കാർഡിന് വേണ്ടിയുള്ള എല്ലാ പവർ ഉൾപ്പെടെയുള്ള ക്ലോക്ക്, പവർ, ഡാറ്റാ ബസ്, അഡ്രസ് ബസ്, മറ്റ് കൺട്രോൾ സിഗ്നൽസ് എല്ലാം ഈ പറയുന്ന സ്ലോട്ടിലൂടെ കാർഡിന് കിട്ടും. അപ്പോൾ കാർഡ് അവിടെ മദർബോർഡിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ വർക്ക് ചെയ്യും. ദെൻ IO ഡിവൈസ് ഈ കാർഡുമായിട്ട് കേബിള് പോലെയുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ലിങ്ക് ചെയ്യും. ദെൻ ഈ IO ഡിവൈസിന് പവർ ചില ഡിവൈസുകളാണെങ്കിൽ SMPS തന്നെ പ്രൊവൈഡ് ചെയ്യും, അത് CPU-നുള്ളിലുള്ളതാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരു മദർബോർഡും ആഡ് ഓൺ കാർഡും IO ഡിവൈസുകളും SMPSും ഒക്കെ ചേർന്നുള്ള ഈ ഒരു കണക്ഷൻ ലോജിക്കിലൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ബസ് ഓറിയന്റഡ് ഡിസൈൻ. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, ആഡ് ഓൺ കാർഡുകൾ എത്ര എണ്ണം വേണമെങ്കിൽ പ്രൊവിഷൻ ഇവിടെ സ്ലോട്ടുകളുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ആ ഫീച്ചറൊക്കെ സിസ്റ്റത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ ഇല്ലാത്തൊരു ഫീച്ചർ നാളെ സിസ്റ്റത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഈ പറയുന്ന ഫെസിലിറ്റി സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ പറയുന്ന കാർഡുകൾ സർവീസബിലിറ്റി കൂടുതലാണ്. ഈ കാർഡുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ കാർഡ് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു പ്രോബ്ലം വളരെ പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് കമ്പ്യൂട്ടേഴ്സിന്റെ സർവീസിംഗിൽ രണ്ട് അപ്രോച്ച് പറയും. ബസ് ഈ പറയുന്ന കാർഡ് ലെവൽ സർവീസും ചിപ്പ് ലെവൽ സർവീസും. ചിപ്പ് ലെവൽ ടൈം കൺസ്യൂമിംഗ് ആണ്, കോംപ്ലക്സിറ്റി ഉണ്ട്, കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ, ടെക്നിക്കൽ നോളജ് നോഹവ് ഉള്ള ആൾക്ക് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റൂ. പക്ഷേ കാർഡ് ലെവൽ സർവീസ് വളരെ ഫാസ്റ്റ് ആണ്, പക്ഷേ എക്സ്പെൻസീവ് ആണ്. കാർഡുകൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസ്, പക്ഷേ ക്വിക്കാണ്, ടൈം സേവിംഗ് ആണെന്ന് പറയാം. അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഇതാണ് ബസ് ഓറിയന്റഡ് ഡിസൈൻ. അപ്പോൾ ഈ മദർ ബോർഡുകൾ രണ്ട് ടൈപ്പ് ഉണ്ട്, സ്റ്റാൻഡേർഡ് മദർ ബോർഡും ഇന്റഗ്രേറ്റഡ് മദർ ബോർഡും. അതിന്റെ ഫീച്ചറിനെ, ഫെസിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ കാറ്റഗറൈസേഷൻ. സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മൈക്രോ പ്രോസസറിന്റെ ബേസിക് വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ബോർഡാണ്. പ്രോസസറും അതിന്റെ എസെൻഷ്യൽ റിസോഴ്സുകൾ, അതായത് അതിന്റെ സപ്പോർട്ടിംഗ് ചിപ്പുകളും
റാമും റോമും ഒക്കെ ഇൻസേർട്ട് ചെയ്യപ്പെട്ട ഒരു സർക്യൂട്ട്. ആ സർക്യൂട്ടിലേക്ക് ബാക്കി എല്ലാ ഫെസിലിറ്റികളും, ഒരു കമ്പ്യൂട്ടറിന് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റികളും ആഡ് ഓൺ കാർഡ് വഴി ആയിരിക്കും അപ്ഗ്രേഡ് ചെയ്യുക. അത്തരം ബോർഡിനെയാണ് സ്റ്റാൻഡേർഡ് മദർ ബോർഡ് എന്ന് വിളിക്കുക. എന്നാൽ രണ്ടാമതൊരു ഡിസൈൻ ഉണ്ട്, ഇന്റഗ്രേറ്റഡ് ബോർഡ്. ഇന്റഗ്രേറ്റഡ് ബോർഡ് ഈ സ്റ്റാൻഡേർഡ് ബോർഡുകൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു ലോജിക്കിൽ നിന്ന് ഡിസൈൻ ചെയ്യപ്പെട്ടത് കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്റ്റാൻഡേർഡ് മദർ ബോർഡുകൾ ഡിസൈൻ ചെയ്തിട്ട് കമ്പ്യൂട്ടേഴ്സിനെ അസംബിൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തപ്പോൾ മനസ്സിലായി കുറേ സ്റ്റാൻഡേർഡ് മദർ ബോർഡിൽ കുറേ ആഡ് ഓൺ കാർഡുകൾ എസെൻഷ്യലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അത് സ്ഥിരമായിട്ട് വേണ്ടതാണോ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഡിസൈനേഴ്സ് ചെയ്തൊരു ലോജിക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എസെൻഷ്യലായിട്ട് വേണ്ടുന്ന IO കൺട്രോളേഴ്സിനെ, ആഡ് ഓൺ കാർഡുകളുടെ സർക്യൂട്ടിനെ മദർ ബോർഡിന്റെ പാർട്ടാക്കി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് സ്ലോട്ടുകളും എക്സ്ട്രാ, പക്ഷേ പഴയ നമ്പർ എടുക്കുന്നില്ല എങ്കിലും അത്രയും നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇല്ലെങ്കിലും കുറച്ച് സ്ലോട്ടുകളോട് കൊടുത്തു. അത്തരം ബോർഡുകളെ വിളിക്കും ഇന്റഗ്രേറ്റഡ് ആണ്. അത് പാർഷ്യലി ഇന്റഗ്രേറ്റഡ് ആണ്. അത്യാവശ്യം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് വർക്കിങ്ങിന് വേണ്ട സർക്യൂട്ടറി എല്ലാം അതിലുണ്ട്. അതോടൊപ്പം കുറച്ച് ഫംഗ്ഷൻ ആഡ് ഓൺ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതിനെ വിളിക്കുന്നത് ഇന്റഗ്രേറ്റഡ്. അങ്ങനെ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസൈൻ. രണ്ട് തരം മദർ ബോർഡുകളുണ്ട്, സ്റ്റാൻഡേർഡും ഇന്റഗ്രേറ്റഡും. അതുപോലെ മദർ ബോർഡിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടാണ് മദർ ബോർഡ് ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ദ ഫിസിക്കൽ ഷേപ്പ്, ലേഔട്ട് ആൻഡ് പൊസിഷനിങ് ഓഫ് കമ്പോണൻസ്. ഒരു മദർ ബോർഡിന്റെ സൈസ്, അതിന്റെ വലിപ്പം, ദെൻ അതിന്റെ കമ്പോണന്റുകളുടെ പൊസിഷനിങ് ആൻഡ് ലേഔട്ട്, പ്രോസസർ എവിടെ വെച്ചിരിക്കുന്നു, മെമ്മറി എവിടെ വെച്ചിരിക്കുന്നു, മറ്റ് കൺട്രോളേഴ്സ് എവിടെ വെച്ചിരിക്കുന്നു, സ്ലോട്ടുകൾ എവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു എന്നതൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ ബോർഡുകളുടെ ആർക്കിടെക്ചറിലും അതിന്റെ പെർഫോമൻസിലും അതിന്റെ സർവീസബിലിറ്റിയിലും അതിന്റെ കോസ്റ്റിലും അതിന്റെ ഡിസൈൻ കൺസെപ്റ്റിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു പാരാമീറ്ററിനെ ജനറലി ഈ ഫീൽഡിൽ വിളിക്കുന്നത് മദർ ബോർഡിന്റെ ഫോം ഫാക്ടർ എന്നാണ്. അതായത് സൈസ് ആൻഡ് ലേഔട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് മദർ ബോർഡ്സിന് ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ഈ ഫോം ഫാക്ടറുകൾ മാറുമ്പോൾ കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പെർഫോമൻസിലും ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ സൈസിലും ഷേപ്പിലും ഉണ്ട്. ഈ പറയുന്ന ഫോം ഫാക്ടേഴ്സ് പല കാറ്റഗറി ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്, ഒരു വലിയ ലിസ്റ്റാണ്. അതിന്റെ കുറച്ചെണ്ണം ജസ്റ്റ് ഒന്ന് പേര് മാത്രം പറയാം. XT ഫോം ഫാക്ടർ, എക്സ്റ്റൻഡഡ് ടെക്നോളജി എന്ന ഫസ്റ്റ് ജനറേഷൻ, അത് കഴിഞ്ഞ് 80 മദർ ബോർഡ്സ്, പിന്നെ സൈസ് വ്യത്യാസം വന്നപ്പോൾ അതനുസരിച്ചിട്ടും ഫീച്ചറിന്റെ വ്യത്യാസം അനുസരിച്ചിട്ടും ബേബി 80 മദർ ബോർഡ്, സ്റ്റാൻഡേർഡ് ATX, മൈക്രോ ITX, മിനി ATX, നാനോ ITX, ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ഇതിലൂടെ ബോർഡിന്റെ സൈസ്, കമ്പോണന്റുകളുടെ പ്ലേസ്മെന്റ്, അതിന്റെ ഫെസിലിറ്റി, അതിന്റെ ആർക്കിടെക്ചർ, അതിന്റെ പെർഫോമൻസ് എല്ലാം ഇൻവോൾവ് ആണെന്ന് പറയാം. അപ്പോൾ ഇത് ആ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇതാണ്. മദർ ബോർഡിന്റെ ഫോം ഫാക്ടറുകൾ മാറിയപ്പോൾ കണ്ടോ, സ്റ്റാൻഡേർഡ് ATX വളരെ വലിയ സൈസിലുള്ള ഒരു ബോർഡാണ്. സ്ലോട്ടുകളുടെ എണ്ണം കൂടുതലാണ്, മറ്റ് പോർട്ടുകളുടെ എണ്ണം കൂടുതലായിരിക്കും, മറ്റ് ഫീച്ചറുകളുടെ എണ്ണവും IO എക്സ്പാൻഷനും ഒക്കെ കൂടുതലായിരിക്കും. പക്ഷേ മൈക്രോ ATXിലേക്ക് വന്നപ്പോൾ അതിന്റെ ഫെസിലിറ്റികൾ മാറി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്റ്റാൻഡേർഡിൽ നോക്കുക, ഈ യെല്ലോ കളറിൽ കാണുന്ന ആഡ് ഓൺ കാർഡുകൾ സ്ലോട്ടുകൾ വളരെ ഏറെ എണ്ണം ഉണ്ടെങ്കിൽ മൈക്രോ ATXിലേക്ക് വരുമ്പോൾ ആ വൈറ്റ് കളറുടെ സ്ലോട്ടിന്റെ എണ്ണം കുറയുന്നു. അത് മിനി ITXിലേക്ക് പോകുമ്പോൾ ഒരെണ്ണം ആവുന്നു. നാനോയിൽ അങ്ങനെ ഒരു സാധനം കാണാനില്ല എന്ന് പറയാം. ദെൻ പിക്കോ ATXിന്റെ കേസിൽ അത് വളരെ ഒരു ചെറിയ ബോർഡായിട്ട് മാറും. അപ്പോൾ ഈ സൈസ് വേരിയേഷൻ ഇതിന്റെ പെർഫോമൻസും ഫെസിലിറ്റിയും ഫീച്ചറും ആർക്കിടെക്ചറും എല്ലാം മാറ്റുന്നുണ്ട്. ജനറലി അപ്പോൾ നമുക്ക് പറയാം ഇതൊരു മദർ ബോർഡിന്റെ കമ്പോണന്റ് ലേഔട്ടിനെയും സൈസിനെയും ഒക്കെ പറ്റിയുള്ള അത് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണെന്ന് പറയാം ഈ ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് മദർ ബോർഡിന്റെ ബേസിക് ഓർഗനൈസേഷനും അതിന്റെ കാറ്റഗറീസും ക്ലാസിഫിക്കേഷൻസും അല്ലെങ്കിൽ അതിന്റെ ഫോം ഫാക്ടർ എന്ന പാരാമീറ്ററും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു മദർ ബോർഡിന്റെ സ്റ്റഡിയിൽ ആ ഒരു ബേസിക് ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ഇനിയും മൂവ് ചെയ്യുന്നത് അതിന്റെ ഒരു ഓപ്പറേഷൻ ലെവലിലുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്കാണ്. അതിലേക്ക് മാറുമ്പോൾ അതിലെ കമ്പോണന്റുകളും അതിന്റെ സർക്യൂട്ടുമൊക്കെയാണ് പ്രാധാന്യം വരുന്ന കമ്പോണന്റ് പാർട്ട് എന്ന് പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കോംപ്ലക്സ് ലെവലിലുള്ള ഒരു ഡിസ്കഷന് ഈ കുറഞ്ഞ സമയം മതിയാവില്ല എന്ന കാരണത്താൽ അതിന്റെ പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ, കൺട്രോളേഴ്സ് എന്തൊക്കെയാണ്, ഓരോന്നിന്റെയും ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ എന്താണ്, അതിന്റെ ഒരു ജനറേഷൻ വൈസുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ മദർ ബോർഡ് കമ്പോണന്റുകളുടെയും വർക്കിംഗ് പ്രിൻസിപ്പിളുകളും ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ടൈമിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മദർ ബോർഡിന്റെ
പ്രധാനപ്പെട്ട കുറച്ച് കമ്പോണന്റുകളെ പറ്റിയിട്ടും അതിന്റെ ഒരു ആർക്കിടെക്ചറിനെ പറ്റിയിട്ടുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പറയാൻ പോകുന്ന കമ്പോണന്റുകൾ ഒന്ന് പ്രോസസ്സർ അല്ലെങ്കിൽ CPU, ദെൻ ഡൈനാമിക് റാം ആസ് പ്രൈമറി മെമ്മറി, സ്റ്റാറ്റിക് റാം ആസ് ക്യാഷ് മെമ്മറി, ബയോസ് റോം, ചിപ്സെറ്റ്, ബസ് സ്ലോട്ട്സ്, SMPS കണക്ടേഴ്സ്, ഇന്റഗ്രേറ്റഡ് IO കൺട്രോളേഴ്സ്, എക്സ്റ്റേണൽ ഇന്റർഫേസിംഗ് പോർട്ടുകൾ. ഈ ഒരു 9 കമ്പോണന്റ്സ് അല്ലെങ്കിൽ 9 കമ്പോണന്റുകളുടെ ഒരു ചെറിയ ലിസ്റ്റ് മാത്രമേ മദർ ബോർഡുകളെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് തീരുന്നതല്ല ഒരു മദർ ബോർഡിന്റെ ഓപ്പറേഷൻ. പക്ഷേ ഒരു ബേസിക് ലെവലിലുള്ള ഒരു ഐഡിയ എന്താണ് മദർ ബോർഡെന്നും അതിന്റെ ഡ്യൂട്ടി എന്താണെന്നും എങ്ങനെ അത് ഫംഗ്ഷൻ ചെയ്യുന്നു എന്നും എന്തൊക്കെയാണ് അതിന്റെ ഒരു ഡിസൈൻ സൈഡിൽ വരുന്ന അപ്രോച്ച്, വേരിയേഷൻസ് എന്നതിനെയൊക്കെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കാം. ഒരു ഫണ്ടമെന്റൽ ഐഡിയയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ഡിസ്കഷൻ. ഇത് ഒരു മദർ ബോർഡിന്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രമാണ്. ആക്ച്വലി നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ കഴിയുമ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രത്തിന്റെ യഥാർത്ഥ കൺസെപ്റ്റ് വളരെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോൾ ഇതിനകത്ത് വരുന്ന കോംപ്ലക്സിറ്റികൾ നമുക്ക് വളരെ വേഗം ക്ലാരിഫൈ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഇതൊരു സർക്യൂട്ട് ലെവലിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ സമയത്തിനുള്ളിൽ, സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതൊന്നും ഡിസ്കസ് ചെയ്യാനും പറ്റില്ല എന്ന് വരാം. അപ്പോൾ ഈ ഒരവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ മദർ ബോർഡിന്റെ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എത്തിച്ചേരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചും കൂടെ സൗകര്യപ്രദമായ കാര്യമെന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷണൽ ബ്ലോക്കിനേക്കാളേറെ മദർ ബോർഡിന്റെ ലേഔട്ടിലൂടെ മദർ ബോർഡിനെ തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ്. ലേഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതുവരെ പറഞ്ഞ ആ 9 അല്ലെങ്കിൽ 10ഓളം കമ്പോണന്റുകൾ ഏതൊക്കെ തരത്തിൽ ഒരു മദർ ബോർഡിൽ എവിടെയൊക്കെ ലേഔട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, എവിടെയൊക്കെ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അത് കാണുമ്പോൾ അതിന്റെ ഐഡന്റിഫിക്കേഷൻ, അതിന്റെ സ്പെസിഫിക്കേഷൻസ്, ടെക്നോളജീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് പ്രോസസ്സറിന്റെ സോക്കറ്റാണ്, പ്രോസസ്സർ ഇൻസേർട്ട് ചെയ്യുന്ന ഏരിയ, പിന്നെ പവർ സപ്ലൈ കണക്ടറാണ്, SMPSന്റെ പവർ പ്ലഗ് ഇൻ ചെയ്യുന്നത്, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ടേഴ്സ്, ദാറ്റ് മീൻസ് IO പോർട്ടുകളാണ് എക്സ്റ്റേണൽ ഡിവൈസുകൾക്ക് മദർ ബോർഡിലേക്ക് ലിങ്ക് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവിഷൻ അല്ലെങ്കിൽ അതിന് കണക്ഷന് വേണ്ടിയുള്ള പ്രൊവിഷന്, പിന്നെ ആഡ് ഓൺ ഗാർഡ് സ്ലോട്ടുകൾ, ഇന്റഗ്രേറ്റഡ് കൺട്രോളേഴ്സ്, അങ്ങനെ ഒരു നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രധാന റാം, മെമ്മറി സ്ലോട്ട്, അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് പാർട്ടുകളുടെ ഒരു ലേഔട്ടാണ്. അപ്പോൾ ഒരു ബോർഡ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ, ഒരു ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ഈ പാർട്ടുകളെ തിരിച്ചറിയാൻ പറ്റിയാൽ തന്നെ ഏകദേശം മദർ ബോർഡ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ടിന്റെ ഒരു ബേസിക് ഐഡിയയിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ എത്തി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ആ തരത്തിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലെ ഓരോ കമ്പോണന്റുകളെയും ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാമത്തെ പാർട്ട് പ്രോസസ്സറാണ്. പ്രോസസ്സർ വളരെ കോംപ്ലക്സിറ്റി ഉള്ള ഒരു കമ്പോണന്റാണ്. പ്രോഗ്രാമബിൾ കൺട്രോളറാണ്. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ് മൈക്രോ പ്രോസസ്സറിലും മറ്റ് പേപ്പറുകളിലും ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രോസസ്സർ ആർക്കിടെക്ചറും കൺസെപ്റ്റും ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇവിടെ പക്ഷേ പ്രോസസ്സറും കമ്പ്യൂട്ടേഴ്സുമായിട്ടുള്ള റിലേഷനിലെ പ്രോസസ്സറിന്റെ ചില ഫീച്ചറുകളൊന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അതിന്റെ ഡാറ്റയുടെ സൈസ്, ഡാറ്റാ ബസിന്റെ സൈസ്, അതിന്റെ വേർഡ് ലെങ്ത് എന്ന് പറയും. അതിന്റെ ഇന്റേണൽ രജിസ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. സിംഗിൾ ഡാറ്റ എലമെന്റിനെ എത്ര ബിറ്റിന്റെ ഗ്രൂപ്പായിട്ടത് അറ്റ് എ ടൈം ഹാൻഡിൽ ചെയ്യുന്നു എന്നതിന്റെ ഒരു മെഷറാണ്. ആക്ച്വലി ഇതിനെ ബേസ് ചെയ്ത് പ്രോസസ്സർ ജനറേഷൻ തന്നെയുണ്ട്. 4 ബിറ്റ് പ്രോസസ്സർ, 8 ബിറ്റ് പ്രോസസ്സർ, 16 ബിറ്റ് പ്രോസസ്സർ, 32 ബിറ്റ് പ്രോസസ്സർ, 64 ബിറ്റ് പ്രോസസ്സർ, അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ. അപ്പോൾ അത് പ്രോസസ്സറിന്റെ ആക്ടിവിറ്റികളിലും പ്രോഗ്രാമിംഗ് സൈഡിലും മെൻഷൻ ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ്. രണ്ടാമത്തത് അഡ്രസ് ബസ്. അഡ്രസ് ബസ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം മെമ്മറിയെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു പ്രോസസ്സറിന് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് തീരുമാനിക്കുന്നത് അഡ്രസ് ബസിന്റെ സൈസാണ്. ദെൻ സ്പീഡ് എന്ന പാരാമീറ്റർ ഓപ്പറേഷൻ സ്പീഡാണ്. ആക്ടിവിറ്റികൾ പെർഫോം ചെയ്യാനായിട്ട് പ്രോസസ്സർ കൺസ്യൂം ചെയ്യുന്ന സമയമാണ് ആക്ച്വലി സ്പീഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ആർക്കിടെക്ചറൽ ഫീച്ചർ, പ്രോസസ്സറുകൾ തമ്മിലുള്ള കമ്പാരിസണിലും പ്രോസസ്സറുകളുടെ സ്പെഷ്യാലിറ്റികളും മനസ്സിലാക്കാനായിട്ട് ഈ ആർക്കിടെക്ചറൽ ഫീച്ചർ ആയിരിക്കും നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയാം. ഒരു എക്സാമ്പിളായിട്ട് അഡ്രസ് ബസ് മെമ്മറി കപ്പാസിറ്റിയുമായിട്ട് റിലേഷൻ പറയുകയാണെങ്കിൽ ഇന്റൽ 8088 നമ്മളിന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഴ്സിന്റെ ഫസ്റ്റ് ജനറേഷൻ, ഫസ്റ്റ് വേർഷൻ ഒക്കെ ഉപയോഗിച്ചത് 8088, 86 പോലെയുള്ള പ്രോസസ്സേഴ്സ് ഒക്കെ ആയിരുന്നു. 20 ബിറ്റ് അഡ്രസ് ബസ്സിലൂടെ ആ ഒരു പ്രോസസ്സറിന് 1024 ലൊക്കേഷൻസ് അല്ലെങ്കിൽ 1024 KB മെമ്മറികളെ അഡ്രസ് ചെയ്യാൻ കഴിവുണ്ടായിരുന്നു. അതായത് 1 MB
മെമ്മറി സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇന്റൽ 8088 എന്ന ഫസ്റ്റ് ജനറേഷൻ പ്രോസസറിന്റെ മാക്സിമം മെമ്മറി കപ്പാസിറ്റി 1 MB ആയിരുന്നു. ദെൻ മറ്റൊരു ജനറേഷനിലേക്ക് പോയപ്പോൾ അത് 386 അല്ലെങ്കിൽ 486 586 എന്ന കാറ്റഗറി പ്രോസസർ വന്നപ്പോൾ അത് 32 ബിറ്റ് ആയി. ഇതാണ് എന്റെ ഡാറ്റാബസിന്റെ സൈസിലുള്ള വേരിയേഷൻ. അത് 4 GB മെമ്മറി സപ്പോർട്ട് ചെയ്തു. മറ്റൊരു വേർഷനിലേക്ക് വന്നപ്പോൾ അത് 36 ബിറ്റ് അഡ്രസ്സിലൂടെ 64 GB, മറ്റൊന്ന് 44 ബിറ്റ് അഡ്രസ് ബസ്സിലൂടെ 16 TB ടെറാബൈറ്റ് മെമ്മറി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അഡ്രസ് ബസ്സും മെമ്മറിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. ദെൻ പ്രോസസറിന്റെ സ്പീഡ് എന്ന രണ്ടാമത്തെ പാരാമീറ്റർ നമ്മൾ ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നത് ഹെർട്സിലാണ്. ആക്ച്വലി പ്രോസസറുകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് എത്ര മെഗാ ഹെർട്സ് അല്ലെങ്കിൽ എത്ര ഗിഗാ ഹെർട്സ് പ്രോസസർ എന്നൊക്കെ പറയും. ആക്ച്വലി സ്പീഡ് റേറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. അത് അതിന്റെ പ്രോസസറിന്റെ കോറിൽ ആക്ടിവിറ്റികൾ പെർഫോം ചെയ്യുന്ന ക്ലോക്ക് സ്പീഡാണ്. ഒരിക്കലും ഒരു മദർ ബോർഡിലോ വെളിയിൽ വരുന്ന കമ്പോണന്റുകളിലോ അതിനുള്ള എക്സ്റ്റേണൽ സർക്യൂട്ടിലോ കൺട്രോളേഴ്സിലോ ഒന്നും തന്നെ ആ സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. എങ്കിലും കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു സ്പീഡ് എന്ന രീതിയിൽ മിസ്പെൽ ചെയ്ത് പോവാറുണ്ട്. പ്രോസസറിന്റെ സ്പീഡ് ഒരിക്കലും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് പെർഫോമൻസ് പ്രോസസറിന്റെ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പ്രോസസറിന്റെ സ്പീഡ് പ്രോസസറിന്റെ ഇന്റേണൽ ആക്ടിവിറ്റികൾ പെർഫോം ചെയ്യുന്ന സ്പീഡാണ്. പ്രോസസർ യൂസ് ചെയ്യുന്ന റിസോഴ്സുകൾ എത്രത്തോളം സപ്പോർട്ടീവ് ആവുന്നുണ്ടോ അത്രയും പെർഫോമൻസ് കൂടുമെന്ന് പറയാനേ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ, ഈ പറയുന്ന സ്പീഡിന്റെ മറ്റൊരു മെഷർ എന്ന് പറയുന്നത് ആ കൊടുക്കുന്ന ക്ലോക്കാണ്. ആ ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെ ക്ലോക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്ന ഇന്റേണൽ ആക്ടിവിറ്റികളെ ഒന്ന് സ്പെസിഫൈ ചെയ്താൽ പറയാൻ പറ്റും. ഇന്റൽ 8086 88 പോലെയുള്ള പ്രോസസറുകൾ 12 സൈക്കിൾസിലാണ് അല്ലെങ്കിൽ 12 ഓസിലേറ്റർ പീരീഡുകൾ കൊണ്ടാണ് സിംഗിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയും. അത് മറ്റൊരു ജനറേഷനിലേക്ക് പോയപ്പോൾ 4.5 ഓസിലേറ്റർ പീരീഡ് മതി എന്നായി. പെന്റിയം പ്രോ, പെന്റിയം 2, പെന്റിയം 3 എന്ന് പറയുന്ന ജനറേഷനിലേക്കൊക്കെ പോയപ്പോൾ 1 സൈക്കിൾ ടു എക്സിക്യൂട്ട് 3 or more ഇൻസ്ട്രക്ഷൻസ്. ആക്ച്വലി അത് പെന്റിയം ആർക്കിടെക്ചറിൽ വന്നൊരു ഫീച്ചർ ആയിരുന്നു. പൈപ്പ് ലൈൻ എന്ന് പറയുന്ന മൾട്ടിപ്പിൾ എക്സിക്യൂഷൻ യൂണിറ്റ് എന്ന കൺസെപ്റ്റ്. അതിലൂടെ ക്ലോക്കിനേക്കാൾ ഏറെ കൊടുക്കുന്ന ക്ലോക്കും പെർഫോമൻസ് മോഡിഫിക്കേഷന് ഇന്റേണൽ ആർക്കിടെക്ചറുള്ള വേരിയേഷൻ പറ്റുമെന്നുള്ള കാര്യം പ്രൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് പ്രോസസറിന്റെ സ്പീഡ് റേറ്റിംഗ് എന്ന് പറയുന്ന പാരാമീറ്ററുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ചാർട്ടാണിത്. 4004 4 ബിറ്റ് പ്രോസസർ ആയിരുന്നു, 740 kHz ആയിരുന്നു. അത് 486 DX4 എന്ന 32 ബിറ്റ് പ്രോസസറിലേക്ക് മാറിയപ്പോൾ ഏകദേശം 100 MHz വരെ സ്പീഡിലേക്ക് അത് സ്വിച്ച് ഓവർ ആയി എന്ന് പറയാം. എന്നാൽ അതിനുശേഷം വന്ന പെന്റിയം 32 ബിറ്റ് പ്രോസസർ 66 MHz ആയിരുന്നു. തൊട്ട് മുമ്പുണ്ടായിരുന്ന 486 പ്രോസസർ 100 MHz വന്നപ്പോൾ അതിനു ശേഷം റിലീസ് ചെയ്യപ്പെട്ട പെന്റിയം പ്രോസസർ 66 MHz ഡിഗ്രേഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ സ്പീഡ് കുറഞ്ഞു എന്ന് പറയാം. പക്ഷേ സ്പീഡ് കുറഞ്ഞു എന്നതുകൊണ്ട് ഒരിക്കലും അവിടെ പെർഫോമൻസ് കുറയുന്നില്ല. കാരണം ഈ സ്പീഡ് വേരിയേഷൻ അതിന്റെ പെർഫോമൻസിനെ ബാധിക്കുന്നില്ല. പെന്റിയം ആർക്കിടെക്ചറിൽ സൂപ്പർ സ്കെയിലർ ടെക്നോളജി പോലെയുള്ള കൺസെപ്റ്റുകളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഈ ക്ലോക്കിനേക്കാളേറെ ഇതിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഫെസിലിറ്റികൾ ഇന്റേണലി ഉണ്ടായിരുന്നു എന്ന് പറയാം. ദെൻ ഫോർ i3, i5, i7 പ്രോസസറിലേക്കൊക്കെ വന്നപ്പോൾ അത് 64 ബിറ്റ് ആർക്കിടെക്ചറായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. അവിടെ 3.66 4 GHz വരെ ഇപ്പോൾ Core i9 ഒക്കെ വരുമ്പോഴുള്ള പെർഫോമൻസ് ആ ഒരു തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് എന്നത് പ്രോസസറിന്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇന്റേണൽ ആക്ടിവിറ്റികൾ പെർഫോം ചെയ്യുന്ന സ്പീഡാണെന്ന് പറയാം. രണ്ടാമതിന്റെ ആർക്കിടെക്ചറൽ ഫീച്ചറാണ്. ഒരു പ്രോസസർ നല്ലതാണ് ചീത്തയാണ്, ഏതാണ് പെർഫോമൻസ് കൂടിയത്, ഏതാണ് പെർഫോമൻസ് കുറഞ്ഞത് എന്ന ബെഞ്ച് മാർക്ക് ഒരിക്കലും പ്രോസസറിന്റെ ഫീച്ചറുകളുമായിട്ടോ മാനുഫാക്ചറുമായിട്ടോ ജനറേഷനുമായിട്ടോ വെച്ചിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഓരോ പ്രോസസറും ആർക്കിടെക്ചർ വൈസ് ഇന്റേണലി കൊടുത്തിരിക്കുന്ന പ്രൊവിഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഫെസിലിറ്റികൾ വെച്ചിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഹാർഡ്വെയർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷനുകളുടെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഒരു പ്രോസസർ ഡെവലപ്പ് ചെയ്യപ്പെടുമ്പോൾ ഓരോ കാലഘട്ടത്തിലും അതിന്റെ മാനുഫാക്ചർക്ക് ഓരോ സമയത്തും ഏതെങ്കിലുമൊക്കെ സ്പെസിഫിക് ഫെസിലിറ്റികൾ അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരിക്കും ഓരോ പ്രോസസറും വരിക. അപ്പോൾ പ്രോസസറുകൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഫീച്ചർ ആയിരിക്കത്തില്ല ഉണ്ടാവുക. എന്നതുകൊണ്ട് തന്നെ ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പോൾ ഈ ബെഞ്ച് മാർക്കിങ്ങിലൊക്കെ അതുകൊണ്ട് തന്നെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ജനറൽ റിസോഴ്സുകളുടെ ഒരു കോമൺ നേച്ചർ കൊടുത്ത ശേഷം ചില പ്രത്യേക ആപ്ലിക്കേഷനുകളിൽ ഓരോ പ്രോസസറും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് മാത്രമേ എപ്പോഴും പറയാറുള്ളൂ എന്ന് പറയാം. ഇപ്പോൾ ഇന്റൽ പ്രോസസർ ആണെങ്കിലും AMD പ്രോസസർ ആണെങ്കിലും ഒരു കമ്പാരിസൺ നടക്കുമ്പോൾ അങ്ങനെയാണ് പറയാൻ പറ്റുക. അപ്പോൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന പ്രോസസറിന്റെ ആർക്കിടെക്ചറൽ ഫീച്ചർ എന്ന് പറയുന്ന ഒരു വൈഡ് ലിസ്റ്റാണ്. എന്ന് വെച്ച് ഇത്രയും നല്ല ആർക്കിടെക്ചറൽ ഫീച്ചറുകളായിട്ടുള്ളത് ഇങ്ങനെ കുറേയേറെ ഫീച്ചേഴ്സ് ഓരോ പ്രോസസറിനും ഒന്നിലേറെയോ വളരെ അധികം ഫീച്ചറുകളുമായിട്ടാണ് വരിക. ഒന്നിനോ മറ്റൊന്നിനുണ്ടാവണമെന്ന് നിർബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ചില
ടേംസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സൂപ്പർ സ്കെയിലർ എക്സിക്യൂഷൻ, പൈപ്പ് ലൈനിങ്, MMX or multimedia extension, dynamic execution, dual independent architecture, Pentium 2 architecture വന്നതാണ്. സ്ട്രീമിംഗ് സിംഡ് എക്സ്റ്റൻഷൻ SSC എന്ന് പറയുന്ന കാറ്റഗറി ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് 3D now, ഹൈപ്പർ ത്രെഡിംഗ് ടെക്നോളജി, ടർബോ ബൂസ്റ്റ് ടെക്നോളജി, മൾട്ടികോർ ടെക്നോളജി, HD ബൂസ്റ്റ്, സ്പീഡ് സ്റ്റെപ്പ് ടെക്നോളജി, ഇങ്ങനെ ഓരോ പ്രോസസ്സറുകളും ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒന്നോ ഒന്നിലേറെയോ ഫീച്ചറുകളുമായിട്ടായിരിക്കും റിലീസ് ചെയ്യപ്പെടുക. അപ്പോൾ ഈ ഫീച്ചറിനെ ചിലതിനെയൊക്കെ ജനറലായിട്ട് പറഞ്ഞേക്കാം. ടർബോ ബൂസ്റ്റ് ടെക്നോളജി ഇന്റൽ പ്രോസസറുകൾക്കുള്ള ഒരു ഫീച്ചറായിരുന്നു. ഇറ്റ് ഓട്ടോമാറ്റിക്കലി അലൌസ് പ്രോസസർ കോഴ്സ് ടു റൺ ഫാസ്റ്റർ ദാൻ ദ ബേസ് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി if it is operating below power, current and temperature specification limits. ഒരു പ്രോസസ്സർ ഡിസൈൻ ചെയ്യപ്പോൾ അല്ലെങ്കിൽ പ്രോസസ്സർ റിലീസ് ചെയ്തപ്പോൾ ആ പ്രോസസ്സറിന് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന പവർ റേറ്റിംഗും കറണ്ട് റേറ്റിംഗും ടെമ്പറേച്ചർ സ്പെസിഫിക്കേഷനെയും ബാധിക്കാത്ത തരത്തില് പ്രോസസ്സറിന്റെ സ്പീഡ് മോഡിഫൈ ചെയ്യാനുള്ള പ്രോസസ്സറിന്റെ ഇന്റേണൽ ഫീച്ചറിനെ വിളിക്കുന്ന പേരാണ് ടർബോ ബൂസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് കൂട്ടും, പ്രോസസർ തനിയെ സ്പീഡ് കൂട്ടുന്നു, ക്ലോക്കിന്റെ ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ കോറുകളുടെ ആക്ടിവിറ്റികളും അത് മാനേജ് ചെയ്യുന്നു. പക്ഷേ അതിന്റെ സേഫ് ലിമിറ്റിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ടർബോ ബൂസ്റ്റ് ടെക്നോളജി. അതുപോലെ മൾട്ടികോർ ടെക്നോളജി, ഇൻകോർപ്പറേറ്റിംഗ് മൾട്ടിപ്പിൾ പ്രോസസർ എക്സിക്യൂഷൻ കോർസ് ഇൻ എ സിംഗിൾ പാക്കേജ്. ഒരു പ്രോസസറിനുള്ളിൽ ഒന്നിലേറെ പ്രോസസർ കോറുകൾ കൊടുത്ത് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ലോജിക്. ഇന്റഗ്രേറ്റഡ് മെമ്മറി കൺട്രോളർ. ആദ്യ ജനറേഷൻ മദർബോർഡുകളിലൊക്കെ മദർബോർഡിൽ ഒരു മെമ്മറി കൺട്രോളർ അല്ലെങ്കിൽ മെമ്മറി ഡീകോഡർ ചിപ്പ് ഉപയോഗിച്ചായിരുന്നു CPUകളും മെമ്മറി ആക്സസ് റീഡ് റൈറ്റ് ആക്ടിവിറ്റികൾ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രോസസറിന്റെ ഇന്റേണൽ ക്ലോക്കും മദർബോർഡിലെ ക്ലോക്കും എപ്പോഴും വ്യത്യസ്തമാണ്. മദർബോർഡിലെ ക്ലോക്ക് എപ്പോഴും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രോസസറും മെമ്മറിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ ഈ കൺട്രോളറിന്റെ ഹെൽപ്പ് കൂടെ വരുമ്പോൾ ആ മീഡിയേറ്ററായ കൺട്രോളറിന്റെ സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ മെമ്മറി റിലേറ്റഡ് ആക്ടിവിറ്റികൾ പെർഫോം ചെയ്യുമ്പോൾ പെർഫോമൻസിനെ അത് ബാധിക്കുമായിരുന്നു ഹൈ സ്പീഡ് മോഡേൺ പ്രോസസ്സറുകളിൽ. അത്തരം പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ പ്രോസസർ മാനുഫാക്ചറേഴ്സ് അസൈൻ ചെയ്ത അല്ലെങ്കിൽ ഇന്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ലോജിക് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് മെമ്മറി കൺട്രോളർ. ഇന്റഗ്രേറ്റഡ് മെമ്മറി കൺട്രോളർ എന്ന് വെച്ചാൽ പ്രോസസറിന് ഉള്ളിലേക്ക് മെമ്മറി കൺട്രോളറെ ഫാബ്രിക്കേറ്റ് ചെയ്തു. അപ്പോൾ പ്രോസസറിന്റെ ഇന്റേണൽ ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്ന സ്പീഡിൽ ആ മെമ്മറി കൺട്രോളർ പെർഫോം ചെയ്യും. മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ പാത്ത് റിഡ്യൂസ് ചെയ്യുന്നു, കണക്ഷൻ ചെറുതാവുന്നു, സിഗ്നലിംഗ് വളരെ ഫാസ്റ്റ് ആവുന്നു. സ്വാഭാവികമായിട്ടും പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോഴത്തെ മജോറിറ്റി പ്രോസസ്സും ഈ ഒരു കൺസെപ്റ്റിലാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോസസറുമായിട്ട് അപ്പോൾ ഇത് പ്രോസസറുകളുടെ ഒരു ജനറൽ ഫീച്ചറുകൾ ചിലതെണ്ണം എടുത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ പ്രോസസറുകളുടെ മറ്റൊരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഫീച്ചറായിട്ട് എടുത്ത് പറയേണ്ടതാണ് അതിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പണ്ട് 5 വോൾട്ട് ആയിരുന്നു ഒരു സ്റ്റാൻഡേർഡ് എന്നുണ്ടെങ്കിൽ ഒരു ഇടക്കാലം കൊണ്ട് 3.3 വോൾട്ടിലേക്ക് സ്വിച്ച് ഓവർ ആയി. അത് ഒരു സ്റ്റാൻഡേർഡ് എത്തിയപ്പോഴാണ് നമ്മുടെ SMPSകൾ 3.3 വോൾട്ട് എന്ന് പറയുന്ന ലെവലിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഒരു അഡീഷണൽ വോൾട്ടേജ് കൂടെ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങിയ TX പവർ സപ്ലൈയിൽ. അത് കഴിഞ്ഞ് പ്രോസസറുകൾ വീണ്ടും മോഡിഫൈ ചെയ്ത് ടെക്നോളജി മാറി വരുമ്പോൾ വോൾട്ടേജ് കുറയ്ക്കുന്നുണ്ട്. ഈ വോൾട്ടേജ് കുറയ്ക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ലോവർ വോൾട്ടേജ് മീൻസ് ലെസ് പവർ കൺസംഷൻ എന്നാണ്. പവർ കൺസംഷൻ കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി എന്ന രീതിയിലാണ് വോൾട്ടേജ് അതിന്റെ റിക്വയർഡ് വോൾട്ടേജ് ലെവൽ താഴ്ത്തുന്നതെന്ന് പറയാം. അപ്പോൾ വോൾട്ടേജ് ലെവൽ താഴ്ത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തെർമൽ ഡെസിപ്പേഷൻ ഉണ്ടാവുന്നത് കുറയും. തെർമൽ ഡെസിപ്പേഷൻ കുറയുമ്പോൾ എനർജി സേവിംഗ് ആണ് ഒരു വശത്ത്. രണ്ടാമത് പ്രോസസ്സർ കൂളായിരിക്കുന്നത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലൈഫ് കൂടുതലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പവർ കുറയ്ക്കുക എന്നുള്ളതും ലൈഫ് കൂട്ടുക എന്നുള്ളതും പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതും ടെമ്പറേച്ചർ കൂടുതൽ വെക്കുമ്പോൾ പെർഫോമൻസ് സ്വാഭാവികമായിട്ടും കമ്പോണന്റുകളുടെ ബിഹേവിയർ മാറും, പെർഫോമൻസ് കുറയും. ഇതെല്ലാം ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോസസറിന്റെ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അത് മദർബോർഡിലെ സ്പെഷ്യൽ ടൈപ്പ് വോൾട്ടേജ് റെഗുലേറ്റർ മൊഡ്യൂൾസ് VRMന്റെ ഹെൽപ്പോട് കൂടിയാണ് ബോർഡുകളിൽ അത് അസൈൻ ചെയ്യുന്നത്. എന്ന കാരണത്താൽ SMPS പ്രോസസറിനുള്ള എക്സാക്ട് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറയാം. ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന മെമ്മറികളുടെ കൂട്ടത്തിൽ DDR5 എന്ന മെമ്മറി 1.1 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊക്കെ പല കമ്പോണന്റുകളും അതിന്റെ സ്പെസിഫിക്കേഷനിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മദർബോർഡിന്റെ ആർക്കിടെക്ചറിൽ എന്ന് പറയാം. അപ്പോൾ അതാണ് വോൾട്ടേജ് പ്രോസസറിന്റെ വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക്കേഷൻ.
അടുത്തത് പ്രോസസ്സറുകളുടെ പാക്കേജുകളെ പറ്റിയിട്ടാണ്. അതായത് പ്രോസസ്സർ എങ്ങനെ, ഒരു IC എങ്ങനെ പാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതിനുപയോഗിക്കുന്ന സോക്കറ്റുകൾ, അതും നമുക്കൊരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം ഒരു മദർ ബോർഡ് കണ്ടാൽ, മദർ ബോർഡിലെ സോക്കറ്റ് കണ്ടാൽ ഒരു എക്സ്റ്റെന്റ് വരെ അത് ഏത് ജനറേഷൻ പ്രോസസ്സറിന് വേണ്ടിയുള്ള ബോർഡാണ് എന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അത്തരത്തിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് വളരെയേറെ എണ്ണം കണ്ട് മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ പറ്റുള്ളൂ. എങ്കിൽ പോലും ആ ഒരു കൺസെപ്റ്റ് എന്തിന്റെ ബേസിലാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന കമ്പോണന്റുകളുടെ ഐഡന്റിഫിക്കേഷന്റെ ബേസിലാണ്. അപ്പോൾ കമ്പോണന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഇതിൽ വലിയൊരു കാര്യമാണ്. ഒത്തിരി സാധ്യതകളുള്ള ഒരു ഏരിയയാണ്. കാരണം ധാരാളം പഠിക്കേണ്ടതായിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൽ പ്രോസസർ പാക്കേജ് IC പാക്കേജ് തന്നെയാണ്. ഡ്യുവൽ ലൈൻ ഓർ DIL പാക്കേജ്, DIP ഓർ DIL. ദെൻ സർഫസ് മൗണ്ട് ഡിവൈസ്, SMT ഓർ SMT, സർഫസ് മൗണ്ട് ടെക്നോളജി എന്ന് പറയും. നമ്മുടെ PCBയിൽ പ്രിന്റിന് മേലെ തന്നെ ഡയറക്റ്റ് കമ്പോണന്റുകൾ പ്ലേസ് ചെയ്യുന്ന ടെക്നോളജിയാണ് SMT എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റു ചിപ്പുകൾ അതിന് മുമ്പുണ്ടായിരുന്ന DIL അല്ലെങ്കിൽ DIP എന്ന് പറയുന്ന പാക്കേജ് ICകളൊക്കെ അല്ലെങ്കിൽ അത്തരം കമ്പോണന്റുകൾ ഹോൾ ത്രൂ കമ്പോണന്റ്സ് ആണ്. PCBയിൽ ഒരു സൈഡിൽ കമ്പോണന്റും മറുവശത്ത് കോണ്ടാക്ട് കണക്ഷൻ ഈ പറയുന്ന പ്രിന്റുമായിരുന്നു. പ്രിന്റിലേക്ക് സോൾവ് ചെയ്ത് വെക്കുമ്പോൾ ത്രൂ ഹോൾസ് ആയിരുന്നു. അപ്പോൾ ഹോൾ ത്രൂ കമ്പോണന്റ് എന്നാണ് എന്നെ വിളിക്കുക. മറ്റത് സർഫസ് മൗണ്ട് ടെക്നോളജി SMT കമ്പോണന്റുകൾ. അപ്പോൾ ആ ഒരു പാക്കേജിലൊക്കെ പ്രോസസറുകൾ ഉണ്ടായിരുന്നു. ദെൻ ലീഡ്ലെസ് ചിപ്പ് കാരിയർ, PLCC എന്ന് പറയും, പ്ലാസ്റ്റിക് ലീഡ്ലെസ് ചിപ്പ് കാരിയർ. ദെൻ PGA-PIN ഗ്രിഡ് അറേ, ഫ്ലിപ്പ് ചിപ്പ് പിൻ ഗ്രിഡ് അറേ FCPGA, സിംഗിൾ എഡ്ജ് കോണ്ടാക്ട് കണക്ടർ SEC, ദെൻ LAN ഗ്രിഡ് അറേ LGA. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട IC പാക്കേജുകളിൽ അല്ലെങ്കിൽ പ്രോസസർ ഫോളോ ചെയ്യുന്ന പാക്കേജുകളിൽ കുറച്ചെണ്ണം ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതാണ് ഡ്യുവൽ ലൈൻ പാക്കേജ്. നമ്മൾ സാധാരണ കാണുന്ന കൺവെൻഷണൽ IC പാക്കേജാണ്. ഇതിന് ഇത്തരം പിന്നുകളാണ് നമ്മൾ ഹോൾ ത്രൂ കണക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് സർഫസ് മൗണ്ടഡ് ടെക്നോളജി SMT ഡിവൈസുകളാണ്. നമുക്ക് അതിന്റെ ലീഡ്സിന്റെ ലെങ്ത് കുറവാണ്. അത് പ്രിന്റിന് മേലെ ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. ഹോട്ട് എയർ ഗണ്ണ് വെച്ചിട്ടോ സോൾഡറിംഗ് മെഷീനൊക്കെ യൂസ് ചെയ്തിട്ടോ ഒക്കെ സ്പെഷ്യലൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ മാത്രമേ ഉള്ളൂ ഇത്തരം കമ്പോണന്റുകളുടെ ഫാബ്രിക്കേഷനും പ്ലേസ്മെന്റും ഒക്കെ നടക്കുന്നുള്ളൂ. ദെൻ പ്ലാസ്റ്റിക് ലീഡ്ലെസ് ചിപ്പ് കാരിയർ, PLCC എന്ന് പറയും. ഈ ICകളുടെ പിന്നുകളില്ല, പകരം ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ടൈപ്പ് സോക്കറ്റുകളിലേക്ക് ഈ ചിപ്പുകളെ പ്ലഗ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അതാണ് ലീഡ്ലെസ് ചിപ്പ് കാരിയർ എന്ന് വിളിക്കുന്ന സോക്കറ്റുകൾ. ദെൻ നെക്സ്റ്റ് പിൻ ഗ്രിഡ് അറേ ആണ്, PGA. ICയിലെ പിന്നുകൾ ഒരു ഗ്രിഡ് പോലെ ഇതിൽ നിർത്തിയിരിക്കുന്നു. സ്പെഷ്യൽ ടൈപ്പ് ഒരു സോക്കറ്റിലേക്ക് ഇതിനെ പ്ലഗ് ചെയ്ത് വെക്കുന്നു. ഈ ഒരു പാക്കേജിനെ വിളിക്കുന്ന പേരാണ് PGA ഓർ പിൻ ഗ്രിഡ് അറേ. ആ പാക്കേജിൽ തന്നെ പിൻ കൗണ്ട് കൂടി, ഡെൻസിറ്റി കൂടിയ ഒരു ആർക്കിടെക്ചറിലേക്ക് മാറിയപ്പോൾ അതിനെ വിളിച്ച പേരാണ് ഫ്ലിപ്പ് ചിപ്പ് പിൻ ഗ്രിഡ് അറേ. അതിലേക്ക് വരുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഈ പിന്നുകളുടെ ഡെൻസിറ്റി കൂടുമ്പോൾ പിന്നുകളുടെ സൈസ് കുറയും, പിച്ച് കുറയും, തിന്നാവും, നമ്പർ ഓഫ് പിൻസ് കൂടുന്നു എന്ന കാരണത്താൽ നേരത്തെ പറഞ്ഞ ഒരു സോക്കറ്റിലേക്ക് ഡയറക്റ്റ് പ്ലഗ് ചെയ്യുമ്പോൾ അത് ബെൻഡ് ആവാനോ ബ്രേക്ക് ആവാനുള്ള ചാൻസസ് കൂടും. അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ടൈപ്പ് ലോക്കുകളൊക്കെ ഉള്ള ഒരു സോക്കറ്റ് ഉപയോഗപ്പെടുത്തി ആണ് അത് ഉപയോഗിച്ചതെന്ന് പറയാം. ആ സോക്കറ്റിനെ പറ്റി നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. ദെൻ LAN ഗ്രിഡ് അറേ, പിന്നുകളുടെ എണ്ണം വീണ്ടും വളരെയേറെ കൂടി വരുമ്പോൾ നേരത്തെ കണ്ട PGA പാക്കേജിന്റെ ലിമിറ്റേഷൻ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു പാക്കേജാണ് LAN ഗ്രിഡ് അറേ. ഏതാണ്ട് Pentium 4 ജനറേഷൻ മുതലൊക്കെ ഈ പാക്കേജിൽ പ്രോസസർ അവൈലബിൾ ആണ്. ഇവിടെ പ്രോസസറിന്റെ പിന്നുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ ഡോട്ടഡ് കോണ്ടാക്ട്സ് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് കോണ്ടാക്ട്സ് ആണ്. ആ കോണ്ടാക്റ്റുകൾ സ്പെഷ്യൽ ടൈപ്പ് സോക്കറ്റുകളിൽ ഈ ICയെ പ്ലഗ് ചെയ്യുമ്പോൾ സോക്കറ്റിലുള്ള പിന്നുകളിലേക്ക് ലിങ്ക് ആവുകയാണ് ചെയ്യുക. അതൊരു സ്പ്രിംഗ് ലോഡഡ് പിന്നുകളാണ്. 1150, 1150, 1151 ഒക്കെ നമ്പർ ഓഫ് പിന്നുകളുള്ള സോക്കറ്റുകളാണ് ഉപയോഗിക്കുക. അപ്പോൾ ആ കാരണത്താൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സോക്കറ്റുകൾ ഡാമേജ് ചെയ്യാനുള്ള ആയി പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. റീപ്ലേസബിൾ ആയ ഒരു കമ്പോണന്റ് അല്ല അത്. അപ്പോൾ ഇത്തരത്തിലുള്ള പിൻ കൗണ്ട് കൂടിയ പ്രോസസ്സറുകളൊക്കെ പ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു പ്രത്യേകതരം സോക്കറ്റാണിത്. ഈ സോക്കറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈഡിൽ ഒരു ലിവർ ഉണ്ട്. ഈ ലിവർ ഒന്ന് റിലീസ് ചെയ്ത് പ്രോസസ്സർ ഇതിന് മേലേക്ക് വളരെ ഈസി ആയിട്ട് പ്ലഗ് ചെയ്ത് വെക്കാം. ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ പ്ലഗ് ചെയ്യാം. 0 ഫോഴ്സിൽ പ്ലഗ് ചെയ്യാം. സോ 0 ഇൻസേർഷൻ ഫോഴ്സ്. സിഫ് സോക്കറ്റ് എന്നാണ് ഇത്തരം സോക്കറ്റുകളെ അറിയപ്പെടുക. ഈ ലിവർ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട്
പ്രോസസർ പ്ലേസ് ചെയ്ത ശേഷം ലിവർ താഴേക്ക് വെച്ച് ലോക്ക് ചെയ്താൽ അവിടെ ലോക്ക് ഇൻ ആയിക്കോളും, പ്രോസസറുടെ ഫേം ആയിട്ടിരിക്കും. അപ്പോൾ ഇത്തരം സോക്കറ്റുകളാണ് ഇപ്പോൾ എല്ലാ പ്രോസസറും ഉപയോഗിക്കുന്നത്, സിഫ് സോക്കറ്റ് എന്ന് പറയും. ആ സോക്കറ്റുകളുടെ പിൻ കൗണ്ടിനനുസരിച്ചിട്ട് അതിന് കുറെ കാറ്റഗറൈസേഷൻ ഉണ്ട്. സോക്കറ്റ് 1, 2, 3, 5, 6, 7, 8 ഇങ്ങനെ നമ്പർ ചെയ്ത് പോകുന്നുണ്ട്. ഇത് ആക്ച്വലി ഈ പറയുന്ന ചിപ്പുകൾ അല്ലെങ്കിൽ IC-കളുടെ പിൻ ലേ ഔട്ടാണ്. പിന്നുകളുടെ എണ്ണം ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 238 പിന്നുകളുള്ള സോക്കറ്റ് 2 കോൺഫിഗറേഷന്, 237 പിന്നുകളുള്ള സോക്കറ്റ് 3 കോൺഫിഗറേഷന്, 273 പിൻ സോക്കറ്റ് 4 ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പിന്നുകളുടെ എണ്ണം 370 ഉള്ള PGA-370 എന്ന് പറയുന്ന പാക്കേജ്. പ്രോസസ്സറുകൾ അഡ്വാൻസ് ചെയ്യുന്നതോറും പ്രോസസർ പാക്കേജ് മോഡിഫൈ ചെയ്ത് പിൻ കൗണ്ട് കൂടി, ഡെൻസിറ്റി കൂടി വരുന്നു. പക്ഷെ അപ്പോഴൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ പിന്നുകളുടെ എണ്ണം കൂടുമ്പോൾ പ്രോസസറിന്റെ സൈസ് വലുതാക്കിയാൽ, കോറിന്റെ ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ കോറ് വലുതായി പോയാൽ, ഇന്റേണൽ കണക്ഷൻസ് വലുതായി പോയാൽ സ്വാഭാവികമായിട്ട് പെർഫോമൻസ് കുറയും. അതുകൊണ്ട് തന്നെ പ്രോസസ്സറുകൾ അഡ്വാൻസ് ചെയ്യപ്പെടുമ്പോഴെല്ലാം തന്നെ കോറ് തീരെ ചെറുതാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അക്കാരണത്താൽ അതിന് തെർമൽ ഡെസിപ്പേഷനും മറ്റുമൊക്കെ വളരെ കൂടുതലായിട്ട് വരും. അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രൊവിഷനൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ഇത് Pentium 4 എന്ന പ്രോസസ്സർ, Pentium 2 എന്ന പ്രോസസ്സർ റിലീസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് സോക്കറ്റാണ്. ഒരു പാക്കേജ്, ആ ഒരു സ്പെഷ്യൽ പാക്കേജിലായിരുന്നു Pentium 2 പ്രോസസർ ആദ്യം റിലീസ് ചെയ്തത്. സിംഗിൾ എഡ്ജ് കോണ്ടാക്ട് കണക്ടർ എന്ന് പറയുന്ന വീഡിയോ ഗെയിമിന്റെ കാട്രിഡ്ജ് പോലെയുള്ള ഒരു പാക്കേജ്. അതിൽ പ്രോസസറും ഒരു സീൽഡ് ബോക്സ് ആണ്. അതിനുള്ളിൽ പ്രോസസർ ഇരിപ്പുണ്ട്, പ്രോസസറിന്റെ കൂളർ ഫാൻ ഇരിപ്പുണ്ട്, ഹീറ്റ് സിങ്ക് ഇരിപ്പുണ്ട്, അതുമായിട്ടുള്ള സർക്യൂട്ട് എല്ലാം ഇരിപ്പുണ്ട്. അതിനുശേഷം അതൊരു എഡ്ജ് കണക്ടറിലൂടെ ഒരു പ്രത്യേക സോക്കറ്റിലേക്ക്, സ്ലോട്ട് എന്ന് വിളിക്കും, സ്ലോട്ടിലേക്ക് അത് പ്ലഗ് ചെയ്യുമായിരുന്നു. അപ്പോൾ Pentium 2, Pentium 3യുടെ ചില ജനറേഷനിലൊക്കെ അത് ഉപയോഗിച്ചിരുന്നു. പിന്നെ ആ ഒരു ഡിസൈനിന്റെ ലിമിറ്റേഷൻ കൊണ്ട്, ചില ഡിസഡ്വാൻറ്റേജസ് കൊണ്ട് അത് റീപ്ലേസ് ചെയ്യപ്പെട്ടു പോയി എന്ന് പറയാം. ഇനി പ്രോസസറിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഹീറ്റ് ആൻഡ് കൂളിംഗ് പ്രോബ്ലംസ്. പ്രോസസറുകൾ സൈസ് ചെറുതാവും തോറും, പെർഫോമൻസ് കൂടാനായിട്ട് ക്ലോക്ക് കൂടുന്തോറും പ്രോസസറുകൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് തെർമൽ പ്രോബ്ലം എന്ന് പറയുന്നത്, ഹീറ്റ് ഡെസിപ്പേഷൻ, തെർമൽ ഡെസിപ്പേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോസസറുകൾ സ്പീഡ് കൂടി വരുന്നതനുസരിച്ചിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഇന്റൽ 486 പ്രോസസർ മുതൽ തന്നെ ഹീറ്റ് സിങ്ക് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ്, ഒരു മെറ്റൽ ഷീറ്റ് പ്രോസസറിന് മുകളിൽ പ്ലേസ് ചെയ്യുമായിരുന്നു. അന്നത് ഗ്ലൂ ചെയ്തായിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. Pentium പ്രോസസറിലേക്ക് എത്തിയപ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു ലോക്കൊക്കെ വെച്ചിട്ട് അല്പം കൂടെ റീപ്ലേസബിൾ ലെവലിൽ അത് ഡെവലപ്പ് ചെയ്തു. ആ ഒരു അവസ്ഥയിലും പ്രോസസറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ പറയുന്ന മെറ്റൽ ഷീറ്റിന് അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റിന് ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന IC-കളെയും കമ്പോണന്റുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അതിന്റെ സർഫസിന്റെ ടെമ്പറേച്ചറിനെ ഒബ്സർവ് ചെയ്ത് എയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു മെറ്റൽ പാർട്ടിനെ വിളിക്കുന്ന പേര് ഹീറ്റ് സിങ്ക് എന്നാണ്. അപ്പോൾ ഈ തെർമൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഹീറ്റ് സിങ്കുകൾ പ്രധാനമായിട്ടും 2 തരമുണ്ട്. പാസീവ് ഹീറ്റ് സിങ്കും ആക്റ്റീവ് ഹീറ്റ് സിങ്കും. ഇപ്പോൾ IC-യുടെ പാക്കേജിന് മുകളിൽ ഈ പറയുന്ന മെറ്റൽ ഷീറ്റുകൾ പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ സ്പെഷ്യൽ ടൈപ്പ് സെറാമിക് പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, ഒരു പ്രത്യേകതരം കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ടാണ് അതിനെ ഫിക്സ് ചെയ്യുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ IC ആൻഡ് ഹീറ്റ് സിങ്ക്, അല്ലെങ്കിൽ ആ കമ്പോണന്റിന്റെയും ഹീറ്റ് സിങ്കിന്റെയും ഇൻ ബിറ്റ്വീൻ ഒരു എയർ കോളം ഇല്ലാത്ത രീതിയിൽ സ്പെഷ്യൽ പാക്കേജ്, സ്പെഷ്യൽ ഒരു പേസ്റ്റ് പോലെയുള്ള ഒരു പാർട്ട് കൂടെ അത് ഗ്ലൂ ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഹീറ്റ് സിങ്കുകൾ 2 തരമുണ്ട്. അതിന്റെ ഓപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പാസീവ് ഹീറ്റ് സിങ്കുകളും ആക്റ്റീവ് ഹീറ്റ് സിങ്കുകളും. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഈ ഫിഗറിൽ കാണുന്നത് ഒരു പാസീവ് ഹീറ്റ് സിങ്കാണ്. ഒരു അലൂമിനിയം ഷീറ്റ് കുറേയേറെ ലീഫുകളോടുകൂടി ഒരു ബ്ലോക്കായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു സ്പെഷ്യൽ ടൈപ്പ് ലോക്ക് ഇവിടെയുണ്ട്. ഈ ലോക്ക് വഴി ആ IC-യുടെ അല്ലെങ്കിൽ ആ പറയുന്ന പ്രോസസറിന്റെ മേലെ അതിനെ മദർബോർഡിലേക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാർട്ടിനെ വിളിക്കുന്നത് പാസീവ് എന്നാണ്. കാരണം ഇതിൽ ലീഫുകൾ കൊടുത്തിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇതിന്റെ എയറുമായിട്ട് കോണ്ടാക്ട് വരുന്ന സ്ഥലം കൂടുതൽ വൈഡാക്കുക, അതുവഴി പാസേജ് കൂട്ടി വളരെ പെട്ടെന്ന് കൂളാക്കുക എന്നുള്ളൊരു അവസ്ഥയിലാണ്. അപ്പോൾ ആദ്യകാലത്തൊക്കെ വളരെ ചെറിയൊരു അലൂമിനിയം പീസ് വെച്ചിരുന്നപ്പോൾ അത് ഭാവിയിൽ വലുതാക്കി ഇതുപോലെയുള്ള ലീഫുകളുള്ള ഒരു കമ്പോണന്റ് ആയിട്ട് അതിനെ മോഡിഫൈ ചെയ്യപ്പെട്ടു. പക്ഷേ പ്രോസസറുകളുടെ സ്പീഡ് കൂടുകയും പെർഫോമൻസ് കൂടുകയും ഈ പറയുന്ന പോലെ കോറ് തീരെ ചെറുതാവുകയും ചെയ്തപ്പോൾ ഇത്തരം ഹീറ്റ് സിങ്കുകൾക്കും പ്രോസസറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടായപ്പോൾ ആ ഹീറ്റ് സിങ്കുകളെ മോഡിഫൈ ചെയ്ത് ആ ഹീറ്റ് സിങ്കിന്റെ മുകളിൽ ഒരു കൂളർ ഫാൻ, ഒരു DC ഫാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തു വന്നു. അപ്പോൾ ഇങ്ങനെ
ഫാനുകളുടെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ട ഹീറ്റ് സിങ്കുകളെയാണ് ആക്റ്റീവ് ഹീറ്റ് സിങ്ക് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ കൂളർ ഫാൻ ഉണ്ട്. ആദ്യകാലത്ത് കൂളർ ഫാൻ വെറും ഒരു 12 വോൾട്ട് ഫാൻ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പം മോഡേൺ പ്രോസസറുകളിൽ, മോഡേൺ മദർ ബോർഡുകളിൽ ഈ പറയുന്ന ഫാനുകളിലൂടെ അതിന്റെ തെർമൽ സ്റ്റെബിലിറ്റി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ RPM കൺട്രോളും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് മദർ ബോർഡുകളിൽ ഈവൻ ഫാനിന് അസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന RPMലല്ല ഫാൻ റൊട്ടേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇവൻ ഡസ്റ്റ് കയറിയിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഡാമേജ് ആയിട്ടാണെങ്കിൽ പോലും അത് പ്രോംപ്റ്റ് ചെയ്യും. അഥവാ ഫാൻ റൺ ആവുന്നില്ലെന്നുണ്ടെങ്കിൽ മദർ ബോർഡിന്റെ ഓപ്പറേഷൻ സിസ്റ്റർ കമ്പ്യൂട്ടറിനെ ഷട്ട് ഡൌൺ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും സോഫ്റ്റ്വെയർ ഡ്രിവൺ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹീറ്റ് സിങ്കുകൾ എന്ന് പറയുന്ന കമ്പോണന്റുകൾ 2 തരമുണ്ട്. ആക്റ്റീവ് ഹീറ്റ് സിങ്കുകളും പാസീവ് ഹീറ്റ് സിങ്കുകളും. അതും നമ്മൾ പ്രോസസറുകളെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഓർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ ഇത്രയും ഡിസ്കഷനിലൂടെ നമ്മൾ കമ്പ്യൂട്ടറിലെ പാർട്ടുകളുടെ ഒരു ഓവർവ്യൂ, മദർബോർഡ് എന്താണ്, അതിന്റെ റോൾ എന്താണ്, മദർബോർഡിന്റെ ടൈപ്പുകൾ, അതായത് സ്റ്റാൻഡേർഡ് മദർബോർഡും ഇന്റഗ്രേറ്റഡ് മദർബോർഡും, മദർബോർഡിന്റെ സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ മദർബോർഡിന്റെ ഒരു പാരാമീറ്ററായ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫീച്ചറായ ഫോം ഫാക്ടർ എന്ന് പറയുന്ന ഒരു പാർട്ടിന്റെ ഏരിയയെ പറ്റി ഡിസ്കസ് ചെയ്തു. അതായത് അതിന്റെ ഫിസിക്കൽ ലേഔട്ട്, കമ്പോണന്റ് ലേഔട്ട്, സൈസ് എന്ന പാരാമീറ്റേഴ്സ് സ്പെസിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോം ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ബേസിക് ധാരണകൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ പ്രോസസ്സർ എന്താണ്, പ്രോസസറിന്റെ മദർ ബോർഡിലെ റോൾ എന്താണ്, പ്രോസസറിന്റെ ആർക്കിടെക്ചർ നമ്മൾ പറയുന്നില്ല എങ്കിലും പ്രോസസറിന്റെ റോള്, മദർ ബോർഡിൽ അത് എന്ത് ചെയ്യുന്നു, മദർ ബോർഡിൽ വരുന്ന പ്രോസസ്സറുകളെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രോസസറിന്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചറുകൾ, അതായത് അതിന്റെ അഡ്രസ്സിംഗ് കപ്പാസിറ്റി, ഡാറ്റാ ബസിന്റെ സൈസ്, ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ്, അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ പ്രോസസർ റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹീറ്റിംഗ് പ്രോബ്ലം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഹീറ്റ് സിങ്കുകളുടെ ഉപയോഗം എന്താണ്, ഹീറ്റ് സിങ്കുകളുടെ ടൈപ്പ് എന്തൊക്കെയാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെ ഒരു മദർ ബോർഡിന്റെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ സ്വിച്ച് ഓവർ ആയി എന്ന് പറയാം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോസസർ എന്ന് പറയുന്ന കമ്പോണന്റ് മാത്രമാണ്. ഇനിയത്തെ ഒരു സെഷനിൽ അല്ലെങ്കിൽ 1-2 സെഷനുകളിലൂടെ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഒരു ജനറൽ ഐഡിയ എത്തിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.